സങ്കരം മരുന്നാണ് എന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. വെറും പരീക്ഷണയുക്തി കൊണ്ടാണോ അതോ ആത്മജ്ഞാനം കൊണ്ടാണോ? എനിക്ക് തോന്നുന്നു പ്രാചീനർ കൃത്യമായി അതിൻ്റെ വിരലടയാളങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ചെടിയുടെ ദേവത മുതലായവയുടെ വിജ്ഞാനം അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിഘണ്ടുക്കളെല്ലാം എഴുതിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് നിഘണ്ടുക്കളെയാണ്. മറ്റൊരു വഴിയെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പോയ അതേ പാത കൃത്യമായി അറിയേണ്ടി വരും. ആ പാത അറിയാൻ ചോദ്യത്തിനകത്തുള്ള പോലെ ഒരു ആധ്യാത്മികമായ ജ്ഞാനമുണ്ടെങ്കിൽ ആ വഴിയിൽ കുറച്ച് ഡെവലപ്മെൻറ്റ് കിട്ടും. സാധാരണക്കാരായ ആളുകൾക്ക് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി കാരണം നിഘണ്ടുക്കളെ ഡിപ്പെൻഡ് ചെയ്യാം. കാരണം നിഘണ്ടുക്കൾ ധാരാളമുണ്ട്. അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം നിങ്ങളെല്ലാം സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചിട്ട് വന്നതായതുകൊണ്ട് കുറച്ച് ബോട്ടണി പഠിച്ചിട്ടുണ്ടാകും. നിങ്ങളെ ബോട്ടണിയെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. ബോട്ടണിയിൽ ചെടികൾക്ക് വിരലടയാളങ്ങളുള്ളതായി എനിക്കറിയില്ല. എൻ്റെ വിശ്വാസം അതാണ്. ഓരോ ചെടിക്കും അതിൻ്റെ വിരലടയാളമുണ്ട്. അതുകൊണ്ട് ചെടികൾ ഒരേ ചെടി തന്നെ 9-10 തരമുണ്ട്. ഒന്നിൻ്റെ അളിയനാണ്, പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാണ് അറിയപ്പെടുക ആയുർവേദത്തിൽ സാധാരണഗതിയിൽ. കീഴാർനെല്ലി തന്നെ 7 തരമോ 8 തരമോ. അതിൽ ഒറ്റ വഴിക്ക് വീശുന്ന ഒരു കീഴാർനെല്ലിയുണ്ട്. അതുമാത്രമാണ് കീഴാർനെല്ലി എന്ന പേര് പറയാവുന്ന വിധത്തിൽ നെല്ലിയിലയോട് സാദൃശ്യമുള്ള ഇലയും നെല്ലിയുടെ കാ പോലെ കായുമുള്ളതും അതിൻ്റെ ചവർപ്പുള്ളതും അത്തരം കീഴാർനെല്ലികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വളരെ ഫലപ്രദമാണ്. ബി വളരെ വേഗത്തിൽ മാറുന്ന ഒരു സാധനമാണത്. വളരെ ഫലപ്രദവുമാണ്. ചെറിയ തോതിൽ ചെറുകടലാടിയുടെ കൂടെ കൊടുത്താൽ, ത്രിഫലാചൂർണവും മഞ്ഞളും ചേർത്ത് വേറെയും കൊടുത്താൽ HIV-യിൽ CD4-CD8 കൗണ്ട് കൂടുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ്. മാറിയ റിസൾട്ട് കാണിക്കാമെന്ന് പറയാൻ പേടിയില്ല. മാറിയ റിസൾട്ടുണ്ട്. 15-20 കൊല്ലമായി ടെസ്റ്റ് ചെയ്യാത്തൊരു കേസുമുണ്ട്. സുഖമായി മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. HIV, PO, പിന്നെ ഡയറിയ, ജോണ്ടീസ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസ്, TB ഇത്രയും ഒന്നിച്ചുണ്ടായിരുന്ന ആളാണ്. 10-15 കൊല്ലമായിട്ട് ഇപ്പം മരുന്നൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. 3-4 മാസം മരുന്ന് കണ്ടിന്യൂസ് ആയി കഴിച്ചു. പിന്നെ ഇടവിട്ട് കഴിച്ചു. TB എല്ലാം വിട്ടപ്പം പ്രശ്നമൊക്കെ തീർന്നു. പക്ഷേ ഇതുവരെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തിയിട്ടില്ല. CD4-CD8 എല്ലാം നോർമലാണ്. മറ്റേ വൈറസിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടില്ല. HIV-യും AIDS-ഉം 2 വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് 2 1 വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് അത്തരം കേസുകളിൽ ഉപയോഗിക്കുന്ന ചെടികൾ, അതിൽ ഒരു ചെടിയാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ആ ചെടികളൊക്കെ കണ്ടെത്തുവാൻ നമുക്ക് ഏറ്റവും എളുപ്പം നിഘണ്ടുവിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് ആയുർവേദ ഡോക്ടർമാർ നിഘണ്ടുക്കളുടെ പഠനം ആവശ്യമായി തുടരുന്നത് നല്ലതാണ്. ഭാവപ്രകാശം, രാജനിഘണ്ടു, കൈഡരിയാദി നിഘണ്ടു, സരസ്വതി നിഘണ്ടു, ധന്വന്തരി നിഘണ്ടു, ഇതെല്ലാം ഈ സോഡല നിഘണ്ടു. പിന്നെ അതിനേക്കാളെല്ലാം മറ്റേ അല്ല, തയ്യൽ കുമാരൻ്റെ ഒക്കെ പിന്നീട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. പക്ഷെ പ്രാചീന നിഘണ്ടുകൾ കൈഡരിയാതി പറഞ്ഞു. കയ്യരേഖ അതെല്ലാം വളരെ ഫലപ്രദമാണ്. അവയുടെ പഠനം ഉണ്ടെങ്കിൽ കുറേ എളുപ്പമാണ്. അതിൽ ഒരെണ്ണവും കൂടെ ഉണ്ട്. അതിൻ്റെ പേര് തലേന്ന് പോയി, പിന്നെ നോക്കാം. തലേ വന്നാൽ പറയാം. അപ്പോൾ അതാണ് എളുപ്പ വഴിയെന്ന് തോന്നുന്നു. ഉത്തരം കൊണ്ട് തൃപ്തമാണോന്നറിയില്ല. സാധിക്കുമെന്നാണ് അനുഭവം പറയുന്നത്. അത് പരസ്യമായി ഒരു ഇതായിട്ട് പറയാൻ പാടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചില രോഗങ്ങൾക്ക് ആയുർവേദ മരുന്നുകൊണ്ട് മാറിയാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാദൃച്ഛികമെന്ന പട്ടികയിൽ മാത്രമേ പെടുത്താവൂ എന്ന് ചില ഭാഗങ്ങളിൽ നിർബന്ധമുണ്ട്. കാരണം എങ്ങനെയാണ് റാബീസിന്, എങ്ങനെയാണ് പാമ്പ്, വിവിധതരം പാമ്പ് കടിക്കുന്നതിനൊക്കെ ഈ നാട്ടുകാർ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിച്ചത്. അന്നൊന്നും ഇവിടെ ആളുകൾ ജീവിച്ചില്ല എന്ന് തോന്നൽ നമുക്ക് ധാരണയായിട്ട് ഉണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന്
അത് കാഞ്ഞിരം എന്ന് പറയുന്ന ചെടിയുടെ വടക്കോട്ട് പോകുന്ന വേരിൽ വിസർഗകാലത്ത് എണ്ണ വെച്ചു കൊടുക്കുക. വേരിൻ്റെ ഒരു അറ്റം വരെ മുറിച്ചിട്ട് മണ്ണ് മാന്തി ഒരു കുപ്പിക്കകത്ത് എള്ളെണ്ണ കയറ്റി ആ വേരിൽ വെച്ചു കൊടുക്കുക. ആ എണ്ണ കാഞ്ഞിരം വലിക്കും. വലിച്ചു എന്നറിയാൻ അത് ഇല പൊഴിയും. ഈ എണ്ണ അത് അകത്തേക്ക് വലിച്ചു കയറ്റിയാൽ അപ്പോൾ ഇല പൊഴിയും. കാരണം അത് പാചകം ചെയ്യില്ല. പാചകം ചെയ്താൽ ആ മരം പോവും. അതുകൊണ്ട് മരത്തിന് നമ്മളെക്കാൾ ബ്രെയിനുണ്ട്, കൃത്യമായ ബ്രെയിനാണ്. നമ്മുടെ ശരീരത്തിലൊരു ഫോറിൻ ബോഡി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി പാചകം ചെയ്യാൻ പാടില്ല, അടുക്കള അടയ്ക്കണം. നമുക്ക് ആ ബോധമില്ല. ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലെത്തിയാലും നമ്മൾ നമ്മുടെ ആർത്തി കൊണ്ടുള്ള ഹോട്ടലിൽ നിന്നെല്ലാം തിന്നും. മറിച്ചൊരു ഫോറിൻ ബോഡി ഉള്ളിലെത്തി എന്നറിഞ്ഞാൽ ആ മരം, മനുഷ്യനാണ് ഏറ്റവും ബുദ്ധിശാലി എന്ന് വിചാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പരീക്ഷിച്ച് നോക്കണം. ആ മരം ഇല മുഴുവൻ പൊഴിക്കും. അപ്പോഴും മാന്തിയിട്ട കുപ്പിയിലെ എണ്ണ നോക്കുക, ഒരു തുള്ളി എണ്ണയും കാണുകയില്ല. ചിലപ്പോൾ കുറച്ചെണ്ണ കണ്ടു എന്ന് വരും. വീണ്ടും അത് മണ്ണിട്ട് മൂടി അവിടെ വെക്കുക, നോക്കിയിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ തളുക്കാൻ തുടങ്ങും. അപ്പം മാന്തുക, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത എണ്ണയും കൂടാതെ കുറച്ച് സാധനങ്ങളും കൂടെ ഇങ്ങോട്ട് വീണിട്ടുണ്ടാവും. എണ്ണയുടെ സ്വഭാവം അതിന് മാറിയിട്ടുണ്ടാവും. ഇങ്ങനൊരു സാധനം കിട്ടും. ഇത് കൊടുത്താൽ റാബീസ് വൈറസ് പോകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൈഡ്രോഫോബിയ വന്ന് മാക്സിമത്തിൽ സെല്ലിലേക്ക് മാറാൻ തുടങ്ങുന്ന രോഗി കഴിച്ചു മാറിയപ്പോൾ ഡോക്ടർമാർ എഴുതിയത് സ്യൂഡോഫോബിയ എന്ന്. അതുകൊണ്ടാണ് പുറത്തു പറയാൻ ബുദ്ധിമുട്ട്. ഈ മരുന്ന് പ്രാചീന കാലം മുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നതാണ്. കേരളത്തിലെ ഹോമിയോ ഡോക്ടർമാരിൽ പ്രഗത്ഭന്മാർ സ്ട്രിക്നിനം കൊടുത്ത് ഇത് മാറാറുണ്ട്. സ്ട്രിക്നിനം നിങ്ങൾക്കറിയാം, കാഞ്ഞിരത്തിൽ നിന്ന് തന്നെയാണ്. കൊടുത്ത് മാറാറുണ്ട്. ഈ എണ്ണ ഉണ്ടാക്കാൻ താമസം വന്നാൽ അത് കൊടുത്താലും മാറും എന്നുള്ളത് തീർച്ചയാണ്. ഈ എണ്ണ വളരെ ഫലപ്രദമായാണ് കാണുന്നത്. ഈ രോഗത്തിന് മാത്രമല്ല, അനേകം വൈറൽ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരെണ്ണയാണ്. ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയാസം മാത്രമാണ്. എല്ലാ വേരിലും എണ്ണ വെച്ചാൽ ഇങ്ങനെ എടുക്കാം. കൂളത്തിൻ്റെ വേരിലെടുക്കും, ചെമ്പരത്തിയുടെ വേരിലെടുക്കും. ചെമ്പരത്തി വേരിലെടുക്കുന്നത് സ്ത്രൈണ രോഗങ്ങൾക്കെല്ലാം ഫലപ്രദമാണ്. മറ്റേ മരോട്ടി, നീരട്ടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നീരളം എന്നും പറയുമോ എന്ന് സംശയം. അതിൽ ഈ എണ്ണ വെച്ചെടുത്താൽ കുഷ്ഠരോഗത്തിന് നല്ലതാണ്, ത്വക്ക് രോഗങ്ങൾക്കെല്ലാം നല്ലതാണ്. വേപ്പിൽ വെച്ചെടുത്താൽ ത്വക്ക് രോഗങ്ങൾക്ക് നല്ലതാണ്. ഇങ്ങനൊരു ഗ്രന്ഥം പ്രാചീനമായിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കയ്യിലുണ്ടായിരുന്നു. ഇപ്പം ഇല്ല. കഴിക്കാനാവിടുക, പൂർണ്ണമായി കഴിക്കാനാവിടുക. അതിൽ സ്ട്രിക്നിനുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. കാരണം ഞരമ്പ് വലി. 4 തുള്ളി 5 തുള്ളി അത്രയേ ഉള്ളൂ. അതേ കാഞ്ഞിരത്തിൻ്റെ വടക്കോട്ട് പോയ വേര് എണ്ണ കാച്ചിട്ട് ഇവിടെ പുരട്ടിയാൽ, ഒറ്റ ഡ്രോപ്പ് പുരട്ടിയാൽ ടെന്നീസൽ പോകും. 2 ഡ്രോപ്പ് ഉണ്ട്. അത് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഒരു കാഞ്ഞിരത്തിൻ്റെ ചോട്ടിൽ സ്ഥിരമായി താമസിച്ചാൽ മതി. ഒരു ആയുർവേദ ഡോക്ടർ അവിടുന്ന് കിട്ടുന്ന പഴവും അവിടുന്ന് കിട്ടുന്ന സാധനവും ഉറക്കയില്ല വരുന്നതിന് ആ കാഞ്ഞിരപ്പഴത്തിൻ്റെ ചാറെടുത്ത് വെണ്ണയും ചേർത്തടിച്ച് നെറുകയിലേക്ക് ഒരു തളയിട്ട് കൊടുത്താൽ മതി. വെട്ടിയിട്ട് വീണ പോലെ. അതെ, ഹോസ്പിറ്റലിൽ മുഴുവൻ ഉറങ്ങുന്നത് അങ്ങനെയാണ്. സകല ക്യാൻസർ രോഗിയും എല്ലാവരും കിടന്നുറങ്ങുന്നത് ഈ സാധനം കൊണ്ടാണ്. ഇതാണ് തേക്കുന്നതെന്നൊന്നും പറയില്ല. കാശിനല്ലോ വാങ്ങിച്ചോ. കാരണം വെച്ചാൽ കാശ് വാങ്ങിച്ചില്ലേ ഉറങ്ങുകയില്ല. അതുകൊണ്ട് പറഞ്ഞ ഇതൊക്കെ വളരെ എളുപ്പം. നിങ്ങളൊരു കാഞ്ഞിരത്തിൻ്റെ ചോട്ടിലിരുന്നാൽ മതി. കാരണം വെച്ചാൽ അതിൻ്റെ പുല്ലുണ്ണി, അതിൻ്റെ വേര്, അതിൻ്റെ തൊലി, ഇതൊക്കെ ഒരുപാട് തരം മരുന്നുകളാണ്. നിഘണ്ടുവിനെ ഡിപ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്കതാ ഏറ്റവും എളുപ്പം. അല്ല, പഠിച്ച ക്ലാസിക്കൽ ടെക്സ്റ്റുകളേക്കാൾ കൂടുതൽ നിഘണ്ടുവിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതിൽ 1-ാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് രോഗവും ഇതും എല്ലാമായി പറയുന്ന ഒരെണ്ണം ഭാവപ്രകാശമാണെന്ന് തോന്നുന്നു. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആ രംഗത്ത് വളരെ ഫലപ്രദമാണ്. പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. നിങ്ങൾ ഇത്രയും പേരില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെമ്പിളിൽ ഭാഗവത സപ്താഹത്തിന് പകരം ചരക സപ്താഹം,
പിന്നെ സുശ്രുത സംഹിത സപ്താഹം, അഷ്ടാംഗ ഹൃദയം സപ്താഹം, അഷ്ടാംഗ സംഗ്രഹം സപ്താഹം, ഹാരിത സംഹിത. നല്ലപോലെ പോയൊരു പൂജക്കാരനെ കൊണ്ടുപോവുക, ശവനപ്രാശം അതുപോലുള്ളതൊക്കെ കോമൺ ആയിട്ടുള്ള 2-3 അവിടെ ഉണ്ടാക്കുക, പ്രസാദമായിട്ട് കൊടുക്കുക. ഇത്രാം തീയതി ധന്വന്തരിക്ക് ഇന്നതാണ് പൂജിക്കുന്നത് പറയാം, ധന്വന്തരി അവിടെ കൊണ്ടുവെക്കുക, അടിച്ച് പരിപാടി നടത്തുക. മറ്റത് പറമ്പിലോട്ട് പോകും, നിങ്ങൾ കയറി പോവുകയും ചെയ്യും, സുന്ദരമായിട്ട് കാശുണ്ടാകും. സുന്ദരമായിട്ട് പൈസ മാത്രമല്ല, ജനങ്ങൾക്ക് വളരെ പ്രയോജനവും. ആയുർവേദം ജനജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. ഒരു ജനകീയ ആരോഗ്യ നയവും ജനകീയ ഔഷധ നയവും ഉണ്ടാവും. ഇത് 1950 ഇത് ചെയ്യണമെന്ന് വെച്ചോ വിചാരിച്ചു തുടങ്ങിയതാണ്. ഒരു അവസരം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക. പരസ്യമായിട്ട് പറയുന്നത് ആരെങ്കിലും തുടങ്ങിയാലും എനിക്ക് സന്തോഷമാണ്. നിങ്ങളാരും ഇത് ചികിത്സിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചികിത്സിക്കുന്നത്. എല്ലാവരും ഇത് ചികിത്സിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഈ ചികിത്സയ്ക്കൊന്നും പോകില്ല. എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. പണിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതല്ല, കാശുണ്ടാക്കാൻ ചെയ്യുന്നതല്ല. ഇന്ന് വരെ 10 പൈസ ഇതൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അതുകൊണ്ട് വളരെ ഉറപ്പിച്ച് പറയാം, പറ്റുമെങ്കിൽ നോക്ക്. നല്ല ഔഷധങ്ങൾ. നിങ്ങൾ ഈ ആയുർവേദമൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഓടി നടന്ന് വിഷമിക്കുന്ന രോഗിക്ക് മരുന്നെല്ലാം കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ സാധനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാനെന്തിനായിരിക്കുന്നു? അതുകൊണ്ടാണിത് തുടങ്ങിയ അന്ന് മുതൽ ഏത് ഡോക്ടർ വന്നാലും അവിടെ ഇരുന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോകുമോ ഫയലൊക്കെ കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഒരു മരുന്ന് പേറ്റൻ്റായി സൂക്ഷിച്ചു വെക്കുകയോ പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. Am I right? കാരണം അത് വളരെ കൃത്യനിഷ്ഠയോടെയാണ്. അവിടെ നിങ്ങൾ നല്ല തൻ്റെ ഇടത്ത് വരും. വിറകിട്ട തീ പോലെ വളരുക, നിർഭയരായിരിക്കുക, ആയുർവേദം പറയുന്ന ജീവിതശൈലിയും കൊടുക്കുക. ചോദ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ചോദ്യം ഉണ്ടെങ്കിൽ ഏതിൻ്റെ കോളറ എൻ്റെ അറിവിൽ വെറും ജാതിക്കാവേണ്ടത് മാറും. കാരണം കോളറ ഇന്നില്ല. കോളറയ്ക്ക് തുല്യമായ നീർത്തരിപ്പ്, അങ്ങനെയാണ് പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. പഴയ താളിയോലകളിലും മറ്റുള്ളതൊക്കെ പറയുന്ന നീർത്തരിപ്പെന്നാണ്. ഇതിനൊരു 10 മരുന്ന് ചികിത്സാ കൗതുകത്തിൽ നിങ്ങൾ കിട്ടും. അതെല്ലാം ഫലപ്രദമാണ്. ചികിത്സാ കൗതുകം എന്ന് പറഞ്ഞൊരു പുസ്തകം കണ്ടിട്ടുണ്ടാവുമോ? ഇവിടെ വെച്ചിട്ടുണ്ട്. കുറ്റകരോ അവരിറക്കിയിട്ടില്ല. അത് ഏറ്റവും നല്ല ഗ്രന്ഥങ്ങളിലൊന്നാണ്. അതിൽ മേനോനെ എത്രയധികം പ്രശംസിച്ചാലും മതിയാവൂല. മേനോൻ ചെയ്തൊരു വർക്ക് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഏത് മരുന്ന് നിങ്ങളെടുത്ത് കൊടുത്താലും കൈകണ്ട ഫലമാണ്. എല്ലാം ഏത് മരുന്നും, ഇന്ന മരുന്നൊന്നുമില്ല. അതിനകത്തുണ്ട് കോളറയ്ക്ക് ഒരു 10 മരുന്നുണ്ട്. അതുകൊണ്ട് ആയുർവേദത്തിൽ മരുന്നില്ല എന്ന് ഒട്ടും ധരിക്കണ്ട. പിന്നെ സിവിയർ അക്യൂട്ട് ചെറുനാരങ്ങ നീര്, ഇഞ്ചി നീര്, പഞ്ചസാര ഈക്വലായിട്ട് ചേർക്കണം. എന്നിട്ടൊരു ഹോർലിക്സ് കുപ്പി പോലുള്ള ഒരെണ്ണത്തിനകത്ത് ഒഴിച്ചവിടെ വെക്കുക. ഒരു ദിവസമോ 2 ദിവസമോ ഇരിക്കുമ്പോൾ ഇത് അടിയും. ആ ഊറലെടുക്കരുത്. തെളി മാത്രം ഒരു ട്യൂബ് വെച്ച് ഊറ്റിയെടുക്കുക. സൈഫൺ രീതിയിൽ വേറൊരു കുപ്പിയിലേക്ക് ഊറ്റുക. അതിൽ നിന്ന് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ 5 തുള്ളി, മുതിർന്നവർക്കാണെങ്കിൽ 15 തുള്ളി. അത് ലിവറിൻ്റെ ആയാലും പാങ്ക്രിയാസിൻ്റെ ആയാലും ഒക്കെ ആ വേദനകളും, പിന്നെ എല്ലിൽ വരുന്ന വേദനകളും പേശിയിൽ വരുന്ന വേദനകളും ഒക്കെ മാറാൻ ഫലപ്രദമാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഇതിൻ്റെ മണം കൊണ്ടും ഏതാണ്ട് രുചി കൊണ്ടും പഴയ കാർബണേറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടാവും. പ്രായമായവർ കേട്ടിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. അലോപ്പതിയിൽ കാർബണേറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലും രുചിയും ഒക്കെ അടുത്ത് വരുന്നതാണ്. ചെറിയൊരു ചുവപ്പ് കളറുണ്ടാവും. ഇത് 3 കൂടെ യോജിക്കാം. 3നും ചുവപ്പ് കളറില്ല. 3 കൂടെ യോജിക്കുമ്പോൾ ഒരു ചെറിയ ചുവപ്പ് കളറുണ്ടാവും. ഇത് വളരെ ഫലപ്രദമാണ്. അബ്ഡോമിനൽ പെയിനിന് ഏറ്റവും ഫലപ്രദമാണ്. ഇതര വേദനകൾക്കൊക്കെ, തലവേദനയായാലും മറ്റുള്ളതായാലും ഒക്കെ
കാരണം ദഹനേന്ദ്രിയ വ്യവസ്ഥയെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു സാധനം. ദഹനേന്ദ്രിയ വ്യവസ്ഥയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതെടുത്ത് 1 സ്പൂണും 2 സ്പൂണും ഒന്നും കുടിക്കരുത്. കാരണം ചിലർക്ക് വിശപ്പ് വളരെ കൂടിപ്പോകും, ചിലരുടെ വിശപ്പ് ഇല്ലാതായി. അങ്ങനെ കുടിച്ച് വിശപ്പ് ഇല്ലാതായ ഒരു പാർട്ടി എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അത് സ്പൂൺ കണക്കിനോ ഔൺസ് കണക്കിനോ ഒക്കെ കുടിച്ചിട്ടുള്ള ഇല്ലേ? ഉണ്ട്. പ്രജേഷൽ കാരണം വളരെ കൂടുതൽ ഇത്തരം മരുന്നുകൾ പരീക്ഷിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് ഒരു രസമായതുകൊണ്ട് കുടിച്ചതാണ്. അപ്പോൾ കൂടുതൽ കഴിക്കരുത്. 15 തുള്ളി മുതിർന്ന ആളുകൾക്ക് 5 തുള്ളി നല്ല രസമാണ് വെള്ളത്തിലൊഴിച്ച് കുടിക്കാൻ. അതിൻ്റെ ഊറല് അകത്ത് ചെല്ലരുത്, ഇഞ്ചിയുടെ ഊറല് ചെല്ലരുത്. അതുകൊണ്ട് ഇഞ്ചി മുട്ടായി കഴിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഇഞ്ചി മുട്ടായി, ഇഞ്ചി നീര്, നാടൻ ഇഞ്ചി നീര്, ചെറുനാരങ്ങ നീര്, പഞ്ചസാര 3 ഈക്വലായിരിക്കും. തുല്യമായി എടുത്ത് യോജിപ്പിച്ച് വാവട്ടമുള്ളൊരു കുപ്പിയിൽ വെച്ച് ഊറിക്കഴിഞ്ഞ് ഒരു നല്ല ചെറിയ കുപ്പിയിലേക്ക് തെളിയൂറ്റി വെക്കും. എന്നിട്ട് ഡ്രോപ്പായിട്ട് കഴിക്കുക. അടച്ചു വെച്ചാൽ അടപ്പ് തെറിച്ചു പോകും, കാരണം ഫെർമെൻ്റ് ചെയ്യും. ഫെർമെൻ്റ് ചെയ്യും. ഒരു ആയുർവേദ ഡോക്ടറുടെ വീട്ടിൽ നിർബന്ധമായും വേണ്ടതാണ്. എല്ലാ വീട്ടിലും നിർബന്ധമായും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. 2-3 ദിവസം 2 ദിവസം ഇരിക്കുമ്പോഴേക്കും ഊറലടിയും. ആ ഊറൽ കഴിക്കരുത്. കാരണം ഈ കാശ് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ ഊറലെടുത്ത് എന്ത് ചെയ്യാമെന്നുള്ള ചിന്ത വരും. നിങ്ങൾ ആ ഊറൽ കണ്ടിട്ടില്ല എന്താണ്? കാരണം വൻതോതിൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഊറൽ കണ്ടമാനം ഉണ്ടാവും. അപ്പോൾ നമുക്കത് ലേഹ്യമാക്കി കൂടെ എന്ന് ഒരു തോന്നൽ വരും. രണ്ടാമത് ഇത് മുട്ടായി ആക്കിയാൽ എന്താണെന്ന് ഇഞ്ചിയുടെ ഊറൽ കളഞ്ഞു വേണം എടുക്കാൻ. അത് പ്രത്യേകം ഓർത്തോ. സാധാരണഗതിയിൽ അത് ക്ഷാരം വളരെ കൂടുതലായതുകൊണ്ട് പുകച്ചിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഇഞ്ചി മുട്ടായി നല്ലതാണെന്നുള്ള മട്ടില്ല ഗ്യാസിനൊക്കെ നിങ്ങൾ കഴിക്കുന്നത് അപകടമാണ്. അതിന് ഏറ്റവും നല്ലതാണ് നേരത്തെ പറഞ്ഞ പുഷ്കരമൂലവും ഗുൽഗുലുവും കൂടി പൊടിച്ചു വെച്ച്. അതുപോലെ തന്നെ വളരെ ഫലപ്രദമാണ് കുറുന്തോട്ടി വേര്, ദേവതാരം, നീർമരുതിൻ തോല്, പുഷ്കരമൂലം കഷായം. പെട്ടെന്ന് നിൽക്കും. ഹാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ രോഗത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ ആ മരുന്നുകൾ മതിയാവും. അതിൽ പൂർണ്ണമായി മാറും. ദശമൂല ഹരിതകി, അഗസ്ത്യരസായനം, ധാന്വന്തരം മെഴുപ്പാകം, ബലാതൈലം, പിന്നെ ബലാതൈലം, അശ്വഗന്ധാരിഷ്ടം, പാർത്ഥാരിഷ്ടം, സുവർണമുക്താദി, ഗോരോജനാദി. പിന്നെ അയമോദകം, ജീരകം, ഉലുവ വറുത്ത് പൊടിച്ചു വെച്ച്. ഇത്രയുണ്ടെങ്കിൽ ഹാർട്ടിനെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല. അത് വളരെ ഫലപ്രദമാണ്, വളരെയധികം ഗുണം ചെയ്യും. ഇന്ദുകാന്ത ഖ്വാദവും കുറച്ച് ഫലം ചെയ്യും. കേരളത്തിലെ ഒരു കാലത്ത് ഏറ്റവും പ്രശസ്തനായിരുന്ന, ഏറ്റവും അധികം രോഗികളെ കേരളത്തിന് വെളിയിലും ചികിത്സിച്ചിട്ടുള്ള ഒരാളാണ് വാര്യർ, അച്യുത വാര്യർ. ചേപ്പാട്ട് അല്ലേ? അല്ല, തൃക്കോവിൽ അച്യുത വാര്യർ. തൃക്കോവിൽ പി അച്യുത വാര്യർ, BALT. അദ്ദേഹം കൊച്ചി തമ്പുരാനിൽ നിന്ന് സമ്മാനങ്ങളുമൊക്കെ വാങ്ങിയിട്ടുള്ളയാളാണ്. അദ്ദേഹം ചികിത്സിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹൃദ്രോഗത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 5 ഹൃദ്രോഗവും വേർതിരിച്ച് വളരെ സിമ്പിൾ മരുന്ന് മതിയെന്ന് അദ്ദേഹം നേരത്തെ രേഖപ്പെടുത്തിയിട്ട് തന്നെ. അത് 100% സത്യമാണ്. അദ്ദേഹം ഈ കുട്ടികളെ കൊണ്ടില്ലുമ്പോൾ നടക്കാൻ എന്തോ വല്ലതും ഉണ്ടെങ്കിൽ മലം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണോ എന്നാണ് നോക്കുക. പൊങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ എണ്ണമയുള്ളത് കൊടുക്കണ്ടെന്ന് പറയും. ബലാരിഷ്ടം അകത്തേക്ക് കൊടുക്കും, ലാക്ഷാദി എണ്ണ തലയിലും ദേഹത്തും തരും. അമ്മ റൈറ്റ് മിസ്റ്റർ അയ്യർ? അമ്മ റൈറ്റ്? അയ്യരെ കാണാൻ മേല, അതുകൊണ്ട് റൈറ്റ് ഓർ റോങ് എന്ന് പറഞ്ഞാൽ മതി. നടക്കാം.
അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ വളരെ കൂടുതലായിരുന്നു. അങ്ങനെയുള്ള പ്രാചീന വൈദ്യന്മാർ ഒരുപാട് കേരളത്തിലുണ്ടായിരുന്നു. ഒരു കണ്ണൻ വൈദ്യൻ തലശ്ശേരി അപ്പുറമായിട്ട്, അതുപോലെ ഒരു കുഞ്ഞിരാമൻ വൈദ്യൻ വടക്കേറ്റത്ത്, ഇപ്പോഴത്തെ അശോകയുടെയൊക്കെ കാരണവരാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ബാലചികിത്സയൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. വളരെ ശൃംഗാരചതുരമായി ബാലചികിത്സാ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തെക്കേറ്റത്തൊരു കുഞ്ഞിരാമൻ വൈദ്യരുണ്ടായിരുന്നു, മറ്റേ കായംകുളം. അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് തോന്നുന്നു, ഇപ്പം ഡ്രഗ് ബോർഡിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലുണ്ടായിരുന്നു, നേരത്തെ പ്രൊഫസറായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെയാണ്. ആധുനിക വൈഷജ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. അതുകൊണ്ട് വളരെ പ്രഗത്ഭമതികളായ ഒട്ടേറെ ആചാര്യന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, നിങ്ങൾ രാപകൽ അധ്വാനിക്കാൻ തയ്യാറാവും. അതും മാറുന്നതാണ്. കണ്ണിൻ്റെ രോഗങ്ങൾ സാധാരണഗതിയിൽ സ്റ്റിറോയിഡ് കണ്ടമാനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. കണ്ടമാനം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുരാണഘൃതം കൊണ്ടുള്ള തർപ്പണം റെറ്റിനൈറ്റിസിൽ ഫലം കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രം. അതിനെല്ലാം ആ പിഞ്ചു കൂളക്കായുടെ മജ്ജയും കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ച് കെട്ടിയ പോലെ നിൽക്കുന്നത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ 7 ആര്യവേപ്പില, 7 കൊത്തമല്ലി, 1 കഷ്ണം പച്ചമഞ്ഞൾ. കുരുമുളകാണ് കൊടുക്കേണ്ടത്. കുരുമുളക് കൊടുക്കുമ്പോൾ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അയാൾക്ക് പേടിയുണ്ടെങ്കിൽ ഈ കൊത്തമല്ലിയാക്കുക. വളരെ എളുപ്പത്തിൽ കുറഞ്ഞു കിട്ടുന്ന തുമ്പസമൂലം ഏറ്റവും ഫലപ്രദമായ മരുന്നതാണ്. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഒരു 10-50 പേര് ഈ തുമ്പസമൂലം കഷായം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എഴുതി കൊടുക്കുകയാണ് പതിവ്. അതൊന്നും മരുന്ന് കൊടുക്കാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് കാസർഗോഡ് നിന്ന് ഒരു വണ്ടിയിൽ ഒരു പറ്റ ആളുകളും ഒരു രോഗിയും കൂടെ വരുന്നു. രോഗി സൗദി അറേബ്യയിൽ നിന്ന് ഒന്നാണ്. ആരോ അവിടുന്ന് പറഞ്ഞു ഇങ്ങനെ ഒറ്റപ്പാലത്ത് എന്നാലിത് മാറും. അവിടുന്ന് കിട്ടിയ അറിവാണ് വന്നു. അപ്പോൾ തുമ്പസമൂലം കഷായം എഴുതി കൊടുത്തു. 60 ഗ്രാം തുമ്പ സമൂലം പറിച്ച്, പിന്നെ ദ്രോണപുഷ്പ്യാദി കഷായം എന്നാണ് ഞങ്ങൾ പറയുക. അത് കഷായം വെച്ച് 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ വന്ന് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 3 നേരം കഴിക്കുക. അപ്പോൾ കൂടെ വന്ന ഒരാൾ വൈദ്യനാണ്. മേമ്പൊടിയില്ലാതെ കഷായങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് ജീരകം മേമ്പൊടിയും പറഞ്ഞു. മേമ്പൊടിയൊന്നും ആവശ്യമില്ല. അങ്ങനൊരു ധാരണ അദ്ദേഹത്തിനുള്ളപ്പോൾ നമ്മൾ മേമ്പൊടി കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ മേമ്പൊടി ഇല്ലായിട്ടാണെന്ന് പറഞ്ഞ് ഇവനെ വരട്ടും. അപ്പോൾ അത് നോക്കണം. കൂടെ നിൽക്കുന്ന വൈദ്യന്മാർ, കൂടെയുള്ളവർ ഇവരെയൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ മരുന്ന് കൊടുക്കാവും. നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ പോലും. കാരണം എന്താ വെച്ചാൽ ഒരു വാക്ക് മതിയാവും രോഗി വിഷമമാകാൻ. പത്രം വായിക്കുന്ന രോഗിയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. ന്യൂസ് കാണുന്ന രോഗിയാണെങ്കിൽ അതിനേക്കാൾ ശ്രദ്ധിക്കണം. കാരണം പതിവായി ന്യൂസ് കാണുന്ന രോഗി, പതിവായി പത്രം വായിക്കുന്ന രോഗി, ഇവരൊക്കെ എപ്പോഴും ഹിസ്റ്റമിനും ബാക്കിയുള്ളതും എല്ലാം വളരെ ഡക്റ്റിലസ് ഹോർമോണുകളും വളരെ ആയിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കൊടുക്കാനെന്ന് സാരം. ഇതെല്ലാം നോക്കണം. വൈദ്യൻ്റെ ധർമ്മമാണ്. ഇതെല്ലാം എഴുതി കൊടുത്തു. കുറഞ്ഞ് 15 ദിവസം കൊണ്ട് മാറും. 15 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ വിളിക്കണം, വീണ്ടും വരണം. അപ്പോൾ ഇയാളിറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ തീർന്നില്ല. പുറത്തേക്ക് പോകുമ്പോൾ ഇത് വെളിയിൽ കളഞ്ഞിട്ട് ഇയാൾ പോയി. കുറിപ്പേ വെളിയിൽ കളഞ്ഞു. അപ്പോൾ അവിടുത്തെ ഓട്ടോക്കാർക്ക് ഇത് ഇവിടുത്തെ കുറിപ്പാണെന്നറിയാം. അതിൽ പ്രിൻ്റഡ് ഫോമാണ്. അപ്പോൾ കുറിപ്പ് കൊണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പം തീരുമാനിച്ചു 15 ദിവസം കഴിയുമ്പോൾ വരും. കാര്യം ഗ്യാരണ്ടിയുടെ. കാരണം ഇവൻ്റെ കൂട്ടത്തിൽ ഒരു തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം മരുന്ന് ഇത് പോരാന്നുള്ളതാണ് പ്രശ്നം. അപ്പം വരും. അപ്പോൾ നമ്മൾ തുമ്പ പറിച്ചു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കഷായം വെച്ച് സോഡിയം ബെൻസോയിക് പ്രിസർവേറ്റീവ് ചേർത്ത് 5 കുപ്പി റെഡിയാക്കി വെച്ചു. കാലക്കേട് അവൻ്റെ എടുത്തു വെച്ചു. വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു 25,000 രൂപയായിട്ടെങ്കിൽ പോരാ, സ്പെഷ്യൽ മരുന്നുണ്ട്. അത് വെച്ചിട്ട് ആ പള്ളയെല്ലാം എന്നെ കഴിപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ചൂടായി വന്നു. 25,000 രൂപ മേടിച്ചു വെച്ചു, മരുന്ന് കൊടുത്തു. 15 ദിവസം കഴിച്ചപ്പോൾ മാറിയാൽ ഒന്നുകൂടെ വരണമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചണ്ടി പിഴിഞ്ഞൊക്കെ കാണിച്ചു. 25,000 രൂപ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞതാ തുമ്പ തന്നെയാണെന്ന് പറഞ്ഞു. ചെറുതായിട്ട് അവൻ സംശയം, വയറ്റുവേദന വരുന്നുണ്ടോ.
ഇതാണ് കേരളം. അനുഭവമാണ് പറഞ്ഞ്, കള്ളമല്ല പറഞ്ഞ്, അതിശോക്തിയല്ല പറഞ്ഞ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ മൈൻഡ് വളരെയധികം സൂക്ഷിച്ചോണം, മറക്കരുത്. ആ ഒരൊറ്റ മരുന്ന് മതി. തുമ്പപ്പൂ അരച്ചു കൊടുത്താൽ മതി. ഈ മഞ്ഞപ്പിത്തം പോകാൻ വെറും 5 ഗ്രാം തുമ്പപ്പൂവ്, 1 ഗ്രാം ഇരട്ടി മധുരം, 1 ഗ്രാം കാവിമണ്ണ് ചെറിയൊരു കിഴികെട്ടി മുലപ്പാലിൽ മുക്കി ഒന്നൊഴിച്ചാൽ മതി. അപ്പം പോവും. 5 മതി, വേറെ ഒന്നും വേണ്ട. കണ്ണിൽ ഒഴിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അടുത്തത് ചോദിച്ചു. ഇതിന്റെ മുരിങ്ങയുടെ വേരിന്റെ നീര് ടപ്പെന്ന് നീ, അതുപോലെ മുമ്പേ പറഞ്ഞ ആ വേദനയ്ക്കുള്ള സാധനം. പിന്നെ ഡൈവർട്ടിക്കുലൈറ്റിസിന് ഞാൻ പറഞ്ഞ മരുന്ന് ഞാൻ പറഞ്ഞിരുന്നതായിരുന്നു. വളരെ പെട്ടെന്ന് മാറും. ഡൈവർട്ടിക്കുലൈറ്റിസ് ഏറ്റവും ഫലപ്രദമാണ്. പൈൽസിന്റെ ബ്ലീഡിങ് ഏറ്റവും എളുപ്പത്തിൽ നിൽക്കാൻ മഹാദിക്തം കഷായം ശ്രദ്ധിച്ചു കൊടുത്താൽ നിൽക്കും, ഒരു സംശയമില്ല. കുടജാവലേഹം കൊടുത്താൽ നിൽക്കും. പിന്നെ കോടാശാരി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. കോടാശാരി, ബൊട്ടാണിക്കൽ നെയിം എനിക്ക് ഓർമ്മ പോരാ. കോടാശാരി എന്നാണ് പേര്. വടക്കൻ കേരളത്തിൽ കിട്ടും. അതിൻ്റെ പേര് കോടാശാരി എന്നാണ്. വിഷത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഇല പറിച്ചരച്ച് വളരെ ഒരുമാതിരി നല്ല ബ്ലീഡിംഗ് ആണെങ്കിൽ പാലിൽ, കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ വെണ്ണയിൽ, വളരെ കൂടുതലാണെങ്കിൽ തൈരിൽ കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം നിൽക്കും. മുയൽച്ചെവി തൈരിൽ കഴിച്ചാൽ നിൽക്കും, പാലിൽ കഴിച്ചാൽ നിൽക്കും, വെണ്ണയിൽ കഴിച്ചാൽ നിൽക്കും, പൂവാൻ കുറുന്തല കഴിച്ചാൽ നിൽക്കും, താമരയിൽ വെണ്ണയും പഞ്ചസാരയും കൂടെ കഴിച്ചാൽ നിൽക്കും. പിന്നെ നേരത്തെ ഞാനൊരു കരിമ്പിൻ്റെ, ചെറുകടലാടി താർതാവലൊക്കെ നിൽക്കും. കരിമ്പിൻ്റെ ഒരു യോഗം പറഞ്ഞിരുന്നു. പുക കെട്ടി ഓർക്കുന്നുണ്ടാവും. അത് വളരെ നല്ലതാണ്. എല്ലാ ബ്ലീഡിങ്ങിനും നല്ലതാണ്. എത്ര അക്യൂട്ടാണെങ്കിലും ബ്ലീഡിങ് ചെയ്യും. പിന്നെ മുമ്പ് പറഞ്ഞ ഞവണിക്ക നല്ലപോലെ വേവിച്ചിട്ട് ഒരലിലിട്ടിട്ട് അതിൻ്റെ ആവി കൊള്ളിച്ചാൽ താഴേക്ക് വന്നാണെ കയറിപ്പോവും, ബ്ലീഡിങ് നിൽക്കും, എല്ലാം നല്ലതാണ്. പിന്നെ വേറൊരു പ്രയോഗമുണ്ട്, അത് പിന്നീട് ഒരിക്കലും വരില്ല, പക്ഷെ ഒരല്പം കാഠിന്യമുള്ളതാണ്. നല്ല ഒരു കോഴിയെ, നാടൻ കോഴിയെ ആൽക്കഹോളിലിട്ട് അതിൻ്റെ മദർ ടിഞ്ചർ എടുക്കുക, കൊടുക്കുക, നിൽക്കും. നമ്മൾ കൊടുക്കുക, നമ്മളിവിടെ ഉണ്ട്, കൊടുക്കുക 100%. പിന്നെ ജീവിതകാലത്തും ഇല്ല, കോഴി തിന്നാലും വരില്ല. കോഴി തീറ്റിയാണ് അവനെ വിടുന്നത്. അപ്പോൾ പിന്നെ അവന് ബോധ്യമാവും. അതുപോലെ തന്നെ ഫലപ്രദമാണ് കലമ്പൊട്ടി എന്ന് പറഞ്ഞൊരു പൂവുണ്ട്. കലമ്പൊട്ടി കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. കദളി, കലമ്പൊട്ടി, അതിരാണി. ഇവിടെ എങ്ങനെയാ പേര് പറയാ? അതിരാണി, കലമ്പൊട്ടി, കദളി. ഈ പേരുകളിലൊക്കെ അറിയാം. തെക്കൻ ജില്ലകളിൽ കദളി, മധ്യ കേരളത്തിൽ കലമ്പൊട്ടി, വടക്കൻ കേരളത്തിൽ അതിരാണി. ഈ ഭാഗത്ത് എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല. ഓണത്തിനൊക്കെ സാധാരണതയിൽ ചാണകം ഉരുട്ടി വെച്ചിട്ട് അതിൽ അപ്പൂവാ കുത്തി വെക്കുന്നത് കണ്ടിട്ടില്ല. അതിൻ്റെ പൂവ്, അതിൻ്റെ പഴം തിന്നുകയും ചെയ്യും. അതിൻ്റെ പൂവ് സിറപ്പുണ്ടാക്കി കഴിച്ചാൽ ബ്ലീഡിങ് പൈൽസ് എത്ര ക്രോണിക്കാണ്. കലമ്പൊട്ടി എന്നതിന് പേരുണ്ട്, കദളി എന്നും പേരുണ്ട്. വൻകദളി, ചെറുകദളി, വയലറ്റും ബ്രൗണും 2 തരവും. താർതാവല് വളരെ ഫലപ്രദമാണ്. താർതാവല ഏറ്റവും ഫലപ്രദമാണ് എന്നുള്ളതിന് കാരണം നത്തയ്ക്ക, നിങ്ങൾ മുമ്പ് പറഞ്ഞ ഞവണിക്കായുടെ ഷേപ്പിലാണ് ഏതാണ്ട് ഈ മൂലം തള്ളുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അപ്പോൾ താർതാവല് പിഴിഞ്ഞു വെച്ചിട്ടൊരു ഞവണിയെ അതിനകത്തിടുകയാണെങ്കിൽ പൊട്ടും. അതുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ അതിന്, തിരുവനന്തപുരത്തൊക്കെ തെക്കൻ കേരളത്തിൽ അതിന് നത്തച്ചൂരി എന്നൊരു പേരുണ്ട്. താർതാവൽ ചെടിക്ക് അവർ പറയുന്ന നത്തച്ചൂരി എന്നാണ്. അത് ചുവന്നതാണ് ഏറ്റവും നല്ലത്. ചുവന്നത് വളരെ ഫലപ്രദമാണ്. അത് തോരൻ വെച്ച് കൂട്ടിയാലും മാറും. ഇനി ഇതൊന്നും വേണ്ട, ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഉങ്ങിൻ്റെ തളിരില തോരൻ വെച്ച് കൂട്ടിയാൽ. ഉങ്ങിൻ്റെ സീസൺ ആകുമ്പോൾ തളിരില പറിച്ച് തോരൻ വെച്ച് കൂട്ടിയാൽ പിന്നെ ഒരു 35 കൊല്ലത്തേക്ക് ഈ സാധനം വരില്ല.
കാരണം ഇപ്പം 30-35 കൊല്ലമായിട്ടും കോഴിമാംസമൊക്കെ എത്തുന്ന നടക്കുന്ന ഒരുത്തനുണ്ട്. അവനെ വന്നില്ല എന്നുള്ള പരാതിയും കൊണ്ടാണ് ഇടയ്ക്ക് വരുന്നത്. ഏറ്റവും ഫലപ്രദം കാഞ്ഞിരത്തിൻ്റെ വേര് പാലിൽ കഷായം വെച്ച് ധാരയങ്ങി ചെയ്താൽ നിൽക്കും. കേരളത്തിൽ അതിപ്രഗത്ഭനായ ഒരു അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ നന്ദകുമാർ, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ എല്ലിൻ്റെ ഒരു ഭാഗം കാലിൻ്റെ പാദത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞ് വളരെ കൂടുതൽ ഇതായി ടെറ്റനസായി. ഈ പ്രയോഗം കൊണ്ടാണ് പൂർണ്ണമായി കരിഞ്ഞത്, മാറിയത്, ഉണങ്ങിയത്. പിന്നെ എന്നും അദ്ദേഹത്തിന് എപ്പോഴും പേടിയുണ്ട്. അദ്ദേഹം ഒരു മിസ്റ്റർ അയ്യരോടുകൂടി കേരളത്തിലൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരിക്കൽ സുശ്രുത ക്ലിനിക്കിൽ അഡ്മിറ്റഡായിരുന്നു. അവിടെ വെച്ച് പഞ്ചകർമ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് റിഗർ അടിച്ചു. അമ്മ റൈറ്റ് മിസ്റ്റർ അയ്യർ? അപ്പോഴും ഈ കാഞ്ഞിരവുമായി ബന്ധമുള്ള നക്സോമിക്ക ഒരു ഡോസ് കൊടുത്തപ്പോഴേ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. കാഞ്ഞിരം ഇതിന് ഏറ്റവും ഫലപ്രദമാണ്. ടെറ്റനസിലെ എല്ലാ അണുക്കളെയും കൊല്ലാൻ ഏത് സ്റ്റേജിലായാലും കാഞ്ഞിരം 100% ഫലപ്രദമാണ്. സെപ്റ്റിസിമിയയിലൊക്കെ കാഞ്ഞിരം നൊരയും പതയും വായിൽ നിന്ന് വരുന്ന സമയത്ത് പോലും വ്രണത്തിലാണെങ്കിൽ ഇവനെ അങ്ങ് ധാര കോരുകയും മുമ്പ് പറഞ്ഞ കാഞ്ഞിരത്തിൻ്റെ എണ്ണയോ അല്ലെങ്കിൽ കാഞ്ഞിരം ഏത് തരത്തിൽ കാഞ്ഞിരക്കുരു ശുദ്ധി ചെയ്തോ അകത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ശങ്കയൊന്നും വേണ്ടാത്ത മരുന്നാണ്. ഞാനതുകൊണ്ടാണല്ലോ ആദ്യം ഒരു പദം പറഞ്ഞത്, കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ കുടിലും കെട്ടി താമസിക്കുക. ഒരു കാഞ്ഞിരത്തെ ഡിപ്പെൻഡ് ചെയ്താൽ, കാരണം മിക്കവാറും ഇത്തരം മാരക രോഗങ്ങളിൽ ഈ കറുപ്പ് പലതിനും നല്ലതാണ്. പക്ഷെ ഇന്ന് ആയുർവേദത്തിലത് ഉപയോഗിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഉപയോഗിക്കുന്നുണ്ട്, പൂഞ്ച ഫാർമസ്യൂട്ടിക്കലിനുണ്ട്, ഔഷധിക്കുണ്ട്, അഹിബേനാസവും ഒക്കെ, കർപ്പൂരാസവും ഒക്കെ. പക്ഷെ കറുപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് കാഞ്ഞിര തുറന്ന് വാളംപുളി അതിൽ വെച്ച് അടച്ചു വെച്ച് 30 ദിവസം കഴിഞ്ഞെടുത്താൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനമായി. അതീ പറഞ്ഞ ടെറ്റനസിനെല്ലാം വളരെ ഫലപ്രദമായി. അതുപോലെ കാഞ്ഞിരം തുറന്ന് അതിനകത്ത് മുന്തിരിങ്ങയും കൽക്കണ്ടവും ഒക്കെ ഇട്ട് അടച്ചു വെച്ച് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പലതരം രോഗങ്ങളിൽ, പ്രത്യേകിച്ച് റാബീസിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തവരിൽ കാണുന്ന ചില വിഭ്രമാദികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഐ വി ഒന്നും വേണ്ടിയില്ല. കാരണം നല്ല കരിക്കും വെള്ളത്തിൽ വളരെ സ്പീഡിൽ ചെല്ലാവുന്ന, ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ വളരെ സ്പീഡിൽ എത്താവുന്ന തരത്തിൽ മൊസാമ്പി ജ്യൂസ്, കരിക്കും വെള്ളം ഇവയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ചുണ്ട് നനയ്ക്കാൻ പാല് പിരിച്ചെടുക്കുക. ഏറ്റവും ആദ്യം വളരെ കൂടുതൽ ഡീഹൈഡ്രേഷനിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന് തോന്നിയാൽ പാല് പിരിക്കുക, ഒരല്പം ഉപ്പൊഴിച്ചോ നാരങ്ങാനീര് ഒഴിച്ചോ അതിൽ പഞ്ചസാര ഇടുക, കുറേശ്ശെ ചുണ്ടാദ്യം നനച്ചു കൊടുക്കുക. ചുണ്ട നനച്ചു കൊടുത്ത് ഒരല്പം ബോധം വന്നു തുടങ്ങുമ്പോൾ അത് കുടിക്കാനായിട്ട് കൊടുക്കുക. വേവ് വാട്ടർ എന്ന് പറയുന്ന പോലെ ആ സാധനം എല്ലാം കൊടുക്കുക. ഇത് പഴയ കാലത്ത് അതാണ് കൊടുത്തിരുന്നത്. ഇപ്പോഴല്ലേ അതിന് ട്രിപ്പൊക്കെ ഇടാൻ തുടങ്ങിയത്. പിന്നെ പണ്ടും ട്രിപ്പ് ഇട്ടിരുന്നു എന്ന് ഉള്ളതിന് ചെറിയ തെളിവുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സദ്യക്ഷീണോ ഹി സദ്യോ വൈ തർപ്പണേനോ വജീയതേ എന്ന് ചരകം സൂത്രസ്ഥാനത്തിൽ പറയുന്നുണ്ട്. സുശ്രുതനല്ല. പെട്ടെന്ന് വന്നാൽ ഫ്ലൂയിഡ് നഷ്ടമാകുകയാണെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കണമെന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊള്ളിക്കഴിഞ്ഞാൽ പൊള്ളലിലും മറ്റും
ആ ദ്രവ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് പ്ലാസ്മ കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യം കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബേണാണ് ആ ഏറ്റവും കൂടിയ ഇത് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഉണങ്ങാൻ പറ്റിയതും പെട്ടെന്ന് കുറയാൻ പറ്റിയതും നല്ല ചുണ്ണാമ്പ് തെളിയെടുത്ത് വെളിച്ചെണ്ണയും ചേർത്ത് അടിച്ച് പതച്ച പദധാര പോരുക. പെട്ടെന്ന് കുറയും. തേനൊക്കെ കുറച്ചേ കുറയുള്ളൂ, ഇത് പെട്ടെന്ന് കുറയും. കോഴിനെയ്യ് നല്ലോണം കുറയും. കോഴിനെയ്യിൽ സംഭവിക്കുന്നത് അണുക്കൾ വരുന്നതിന് മുമ്പ് പ്ലാസ്മ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആയുർവേദം അനുസരിച്ച് സാധനങ്ങൾ ഉള്ളിൽ കൊടുക്കണമെന്നില്ല, ദേഹത്ത് പരട്ടിയാലും മതി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അന്നാഹാരം കഴിക്കാത്ത കുട്ടിക്കാലത്ത് അമ്മമാർ ഞവരയുടെ ചോറ് കുറുക്കി തേക്കുന്ന കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ റാഗി കുറുക്കി തേക്കുന്ന കണ്ടിട്ടുണ്ടാവും. നല്ലൊരു ചോന തേക്കുന്ന കുട്ടികൾ പെട്ടെന്ന് കൊഴുക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതിന് ടിൻ ഫുഡൊന്നും കൊടുത്തിട്ടില്ല, കാരണം തൊലി വലിച്ചു കയറ്റും വേണ്ടത്ര സാധനം. കാരണം അകത്തു നിന്ന് 4, 100, 1000 ലക്ഷം എന്ന കണക്കിനാണ് സിരകൾ പോഷണം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നതെന്ന് സുശ്രുതൻ പറഞ്ഞിട്ടുണ്ട്. അസംഖ്യേയാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ വേണ്ടത് അകത്തേക്ക് കയറും. അപ്പോൾ ആ നിലയിൽ കോഴിയുടെ നെയ്യ് പ്ലാസ്മയോട് വളരെ അടുത്തിരിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് കനത്തിൽ പരട്ടി കൊടുത്താൽ നമുക്ക് ആ പോയ പ്ലാസ്മ, അതായത് ത്വക്കിനെ 7 കലകളുണ്ട്, 7 കലകളും ത്വക്കിൻ്റെ പൊള്ളി 7 അടർത്തിയെടുക്കാം. മനുഷ്യൻ്റെ തൊലി തന്നെ 7 കലകളും പൊള്ളി അതിനകത്ത് പ്ലാസ്മയും പൊള്ളി കഴിഞ്ഞു വരുമ്പോൾ പ്ലാസ്മ പുറത്തുനിന്ന് കൊടുക്കുന്നതിന് തുല്യമായി ഇത് കിട്ടും. വളരെ എഫക്റ്റീവാണ്. റോസപ്പൂവിൻ്റെ ഇതള് തേനിൽ, മുക്കുറ്റി കുരുമുളക്, തന്നെ വളരെ വളരെ കൂടുതലാണെങ്കിൽ ചുമയോട് കൂടിയതാണെങ്കിൽ തെങ്ങിൻ്റെ പഴുത്ത മടൽ വാട്ടിപ്പിഴിഞ്ഞ് ജീരകം വറുത്ത് കൽക്കണ്ടം ചേർത്ത് ഒക്കെ കൊടുത്താൽ ഈ സാധനം പെട്ടെന്ന് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, എല്ലാം കൂടെ വേണ്ട. റോസപ്പൂവിൻ്റെ ഇതള്, തുമ്പപ്പൂവ്, മുല്ലപ്പൂവ്, ശ്വാസം മുട്ടലുമായി ചേർന്ന് വരുന്ന എല്ലാ ക്യാൻസറിലും ഈ 3 കൂടെ കൊടുത്താൽ, ഈ 3 പൂക്കൾ അരച്ചു കൊടുത്താൽ ക്യാൻസറും ശമിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളതാണ്. തുമ്പപ്പൂ, മുല്ലപ്പൂ, റോസപ്പൂ. പൂക്കളിലെ ഏറ്റവും ഫലപ്രദമാണ് ഈ 3 പൂക്കൾ. മുല്ലപ്പൂ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പുതിയൊരു വെറൈറ്റി വന്നിട്ടുണ്ടല്ലോ, അത് വാങ്ങരുത്. രാസവളവും കീടനാശിനിയും ഒക്കെ അടിച്ച് പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട്. റോസപ്പൂ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, അതാവരുത്. പനിനീർ റോസ് തന്നെ ആയിരിക്കാം. മുക്കുറ്റിയും കുരുമുളകും കൊടുക്കുമ്പോൾ കഫക്കെട്ട് പുറത്ത് ഇത് നിൽക്കും. തെങ്ങിൻ്റെ പഴുത്ത മടൽ കൊടുക്കുമ്പോൾ ചുമ നിൽക്കും. ഉപ്പ്, ഇന്ദുപ്പ് കടുകെണ്ണയിൽ ചാലിച്ച് നെഞ്ചത്തിട്ട് കഴിയുമ്പോൾ ആ തണുപ്പങ്ങ് മാറും. അങ്ങനെ ശമിപ്പിച്ചു കൊണ്ടുവരാം. പിന്നെ അണുനാശകങ്ങളായ ഔഷധങ്ങൾ, കടലാടി മുതലായതും കൊടുക്കുക. ഞാനത് മരുന്ന് പറഞ്ഞു. ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കീടാർനെല്ലിയുണ്ട്, വളരെ നല്ലതാണ്. നല്ല കൃത്യമായി ഉണ്ടാക്കിയ വാശാഗുളൂച്യാദി കഷായം, വാശാഗുളൂച്യാദി കഷായം, ഹംസമണ്ടൂരം അല്ലെങ്കിൽ പുനർനവാ മണ്ടൂരം അല്ലെങ്കിൽ മണ്ടൂര വടകം, ഏത് കിട്ടിയാലും കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചി ലേഹ്യം, ആർദ്രക ഗുളമല്ലെങ്കിൽ ഇഞ്ചി ലേഹ്യം, ഇത് രണ്ടും കൂടെ കൊടുത്താൽ സാധാരണഗതിയിൽ HbS-Agയുടെ കൗണ്ട് കുറഞ്ഞു വന്ന് നോർമലാവും. അതിൽ വാശാഗുളൂച്യാദിയിൽ വാശയും ഗുളൂചിയും ഒക്കെ ഉണ്ടായിരിക്കണം, അതാണ് നിർബന്ധമുള്ളത്. ക്ലിയർ? ഇഞ്ചിയും വെണ്ണയും കൂടെ അരച്ചും കൊടുക്കാം. ഞാനൊന്ന് സൂചിപ്പിച്ചു. ഇഞ്ചിയും വെണ്ണയും കൂടെ അരച്ച് അല്പം നാവിലേക്കും കൊടുത്താൽ ആ നെഞ്ചുകുത്തൽ അന്നേരം നിൽക്കും. അത് കഴിഞ്ഞ് സമാധാനമായി കഴിഞ്ഞാൽ മെല്ലെ ബലാതൈലം അല്പം കൊടുക്കുക. ബലാതൈലം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, തൈലം ഏത് കൊടുക്കുമ്പോഴും മലം താന്ന് കിടക്കുന്ന പ്രകൃതമാവരുത്, ദഹനം കുറയും. അതൊന്നും ശ്രദ്ധിച്ചോണം, മലം ശ്രദ്ധിക്കണം. അത് പോരെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങളിപ്പം ബോർഡ് വെച്ചിട്ടുണ്ട്, മലമല്ല പരിശോധിക്കേണ്ടത്, വായിൽ കൂടെ പോകുന്നതാണ് പരിശോധിക്കേണ്ടത്. ആയുർവേദ ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
കാരണം ആയുർവേദത്തിൻ്റെ ഫണ്ടമെൻ്റലിൽ ഏറ്റവും പ്രധാനമാണ് എന്നുള്ള ഇത് മറന്നുപോകരുത്. കാരണം ധാതുക്കളെ, ദോഷങ്ങളെ, ധാതുക്കളെ, മലത്തെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. മലം ശ്രദ്ധിക്കാൻ ഇന്ന് വളരെ പാടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ പുതിയ ജീവിത രീതി, രോഗി തന്നെ മലം കാണുന്ന ഒരവസ്ഥയിലല്ല. രോഗിയോടൊക്കെ ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് മലം ഇരിക്കുന്നത്, അതിന് ഞാൻ കാണാറുണ്ടോ എന്നുള്ള മട്ടിലാണ്. അപ്പം അങ്ങനെ വരാതെ ശരിയായ രീതിയിൽ മലം പോന്ന് നോക്കിയാൽ വയറിൻ്റെ അറിയാം. അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ അതിലുള്ള സ്റ്റീറോൾ, മറ്റുള്ള സാധനങ്ങൾ. ഒന്നാമത് താഴെ എത്തുന്നതിനുള്ളിൽ അതിൻ്റെ അകത്തുനിന്ന് ദഹിച്ച് കയറുന്ന പദാർത്ഥങ്ങൾ, ദഹിക്കാതെ പോകുന്ന വസ്തുക്കൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലറിയാം. അത് പഞ്ചകർമ്മയിൽ വിരേചനവും മറ്റും ചെയ്യുമ്പോൾ അതിൻ്റെ വേഗങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകേണ്ടതാണ്, വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ എണ്ണ കൊടുക്കാനും പേടിക്കണ്ട, അല്ലെങ്കിൽ എണ്ണ കൊടുക്കരുത്. ഇത്രയൊന്ന് സൂക്ഷിച്ചാൽ ഏറ്റവും പെട്ടെന്ന് വയലൻസ് നിർത്താവുന്ന സാധനങ്ങളിൽ ഏറ്റവും നല്ല സാധനങ്ങളിലൊന്ന് ഉമ്മമാണ്. ഉമ്മം കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും. വെളുത്ത ഉമ്മത്തിൻ്റെ വേരും പിന്നെ ശമതയുടെ വേരും കൂടെ അരച്ച് കൊടുത്താൽ വയലൻസ് നിൽക്കും. കരിക്കും വെള്ളത്തിൽ വളരെ ഫലപ്രദമാണ്. അത് വളരെ പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ അത്ര വലിയ വയലൻസ് ഒന്നുമില്ല, ഉത്കണ്ഠയും സംഘർഷവും ഒക്കെ ആണെങ്കിൽ ത്രിഫല ചൂർണവും ഭാസ്കര ലവണവും ചേർത്ത് കൊടുത്താൽ. അതിൽ സൂക്ഷിക്കേണ്ടത്, ഇപ്പം ഒരു 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ആര് ചികിത്സയ്ക്ക് വന്നാലും ആ യോഗം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അര സ്പൂൺ, മറ്റത് 1 സ്പൂണും ചേർക്കുക. വളരെ ഫലപ്രദമാണ്. മറ്റേ ത്രിഫലാചൂർണവും ഭാസ്കര ലവണവും ഏത് രോഗത്തിനായിക്കോട്ടെ 40 വയസ്സുകാരി മുതൽ അങ്ങോട്ടൊരു 50-60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ വന്നാൽ ത്രിഫലയും ഭാസ്കര ലവണവും കൊടുത്താൽ ഏത് രോഗത്തിനായാലും റിസൾട്ട് കിട്ടും. സ്ത്രീകൾക്ക് എഴുതുന്ന കുറിപ്പിൽ അത് ഉണ്ടാകുക എന്ന് പറയുന്നത് ചില പഴയ വൈദ്യന്മാരുടെ കുറിപ്പുകളിൽ അങ്ങനെ അപൂർവമായി കണ്ടിട്ടുണ്ടാവും. അന്ന് അപൂർവമായി മതി, ഇന്ന് സ്ത്രീകൾക്ക് എല്ലാവർക്കും കൊടുക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചില്ല, അതുകൊണ്ടാണ് പറയാത്തത്. മെനോപോസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഡക്റ്റിലസ് ഹോർമോണുകളെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ, എന്നെ വീട്ടുകാർക്ക് വേണ്ട എന്നുള്ള തോന്നൽ, ഇങ്ങനെയുള്ളതായ തോന്നൽ വരുന്നത് മെനോപോസ് സിൻഡ്രോമിൽ വളരെ കൂടുതലാണ്. മെനോപോസ് സിൻഡ്രോം കൺട്രോൾ ചെയ്യാൻ പറ്റിയ 2 മരുന്നുകൾ, ഒന്ന് ത്രിഫലയും ഭാസ്കര ലവണവും ഒന്നിച്ച്, 2 ദശമൂല അരിഷ്ടവും അശോകാരിഷ്ടവും കൂടി ഒന്നിച്ച്. അശോകാരിഷ്ടം അശോകത്തോലൊക്കെ എടുത്തതായിരിക്കണം. അപ്പോൾ അങ്ങനെ കൃത്യമായി കൊടുക്കുമെങ്കിൽ മെനോപോസ് സിൻഡ്രോം കൺട്രോളിലാവും. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ 20 വയസ്സിൽ താഴെ മെനോപോസ് സിൻഡ്രോം ഉണ്ടാകുന്നുണ്ട്. അതാണ് സ്ത്രീകളുടെ വന്ധ്യതകളിൽ മുഖ്യ പ്രശ്നം. മെൻസസ് നേരത്തെ നിന്നു പോവുക, മെനോപോസ് നേരത്തെയാകുക. കാരണം ജീവിതം ഒരു 8-9 വയസ്സിൽ തുടങ്ങി, കുടുംബജീവിതം 8 വയസ്സ് 9 വയസ്സാകുമ്പോൾ നിയമത്തിന് വെളിയിൽ തുടങ്ങി. അങ്ങനെ തുടങ്ങി ഒരു 10-20 വയസ്സാകുമ്പോഴേക്കും വാർദ്ധക്യമായി. അങ്ങനെ മെനോപോസ് ആയിട്ടുള്ള പെൺകുട്ടികൾ വളരെ കൂടുതലുണ്ട്. കുട്ടികളുണ്ടാകാത്തത് പലതും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെനോപോസ് സിൻഡ്രോമാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ ഉള്ള ഒരുപാട് കേസ്, ഏതാണ്ടൊരു 20 വയസ്സിനുള്ളിൽ യൂട്രസും ഓവറിയും റിമൂവ് ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം തന്നെ കേരളത്തിൽ വളരെ കൂടുതലാണ്. അതിനകത്ത് വളരെ കൂടുതലാണ്. അതിൽ നല്ലൊരു ശതമാനവും ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളാണ്. അതിൻ്റെ നല്ലൊരു ശതമാനത്തിൻ്റെയും കാരണം അവർ അണ്ടം ഓരോ 28 ദിവസവും എടുത്ത് വിറ്റതിൻ്റെ വകയാണ്. നല്ല കാശാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന ബ്രാഹ്മിൻസ്, വെള്ള നിറമുള്ളവർ, ഇവരുടെയൊക്കെ അണ്ടത്തിന് വലിയ വിലയാണ്. സങ്കല്പിക്കാൻ പറ്റാത്ത വിലയാണ്. 1980 മുതൽ ഈ കച്ചവടം നടക്കുകയാണ്. നല്ലൊരു ശതമാനവും ഒരു 25 വയസ്സാകുമ്പോഴേക്ക് മെൻ്റലാവും. കുറേ എണ്ണം മെനോപോസിലെത്തും, കുറേ എണ്ണം ഓവറിയും യൂട്രസും റിമൂവ് ചെയ്യേണ്ട ഗതിയുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ വൈദ്യന്മാരെന്നുള്ള നിലയിൽ അന്വേഷിക്കുകയും പഠിക്കുകയും
അതൊരു സാമൂഹ്യ നീതിയുടെ വെളിച്ചത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടത് നിങ്ങൾ സംഘടിതമായി ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ വിഷയങ്ങളാണ് അതെല്ലാം. കൃത്യമായ അറിവില്ല പറഞ്ഞ, അല്ലാതെ ഊഹമല്ല പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞെട്ടലായിരിക്കും ഉണ്ടാകും. ഇത് കൃത്യമായി അറിയുന്നതാണ്, അവിടുത്തെ ക്ലിനിക്കുകളും അറിയുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. വെള്ളരിക്കായുടെ കുരുവ് വെള്ളരിയുടെ തന്നെ നീരിൽ അരച്ചങ്ങ് പുരട്ടിയാൽ ആദ്യം ഒരു തളരങ്ങ് തള്ളിപ്പോകും. പക്ഷെ അത് ആദ്യം ഒരു തള്ളലേ പോകുള്ളൂ. ക്ഷീരബല 101 ആവർത്തി മെല്ലെ തടവി കൊടുക്കുക, അല്പം കഴിക്കുക. ഉദാവർത്ത ചികിത്സ, അതായത് സപ്തസാരം, അതുപോലെ ചിരുവില്ലുവാതി, ഇതൊക്കെ കൊടുത്താൽ ആ അപാനവായു താഴോട്ടാവും. അപാനൻ്റെയാണ്. കിഡ്നി പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപാനവായുവിൻ്റെയും ഡെഫിക്കേറ്റിംഗ് സെൻറ്ററിൻ്റെയുമാണ്. കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെക്കൽ ഒരു പരിഹാരമല്ല. കാരണം കിഡ്നിയോട് ബന്ധപ്പെട്ടതല്ല പല കിഡ്നി ഡിസീസ്, ബ്രെയിനോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മുട്ടയുടെ വെള്ള, എള്ളെണ്ണ, കദളിപ്പഴം, വെണ്ണ. ഹോമിയോ ഡോക്ടർമാർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കാന്താരി സമോണിയം കാർബ് 680 1 hour ഇൻ്റർവൽ 100% റിസൾട്ട് കിട്ടും. രണ്ടിനും കിട്ടും, ആയുർവേദത്തിനും കിട്ടും, അതിനും കിട്ടും. സംശയമില്ല. ഡയാലിസിസ് മാറ്റിയെടുക്കാം. എത്രയായിട്ടുണ്ട്? ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യുന്നത്, ആഴ്ചയിൽ 1 ഡയാലിസിസ് ചെയ്യുന്നത് 11 രോഗികളെ അവർ അത്രയും ആസ്പത്രിയിൽ കിടത്തി ഡയാലിസിസ് നിർത്തി. പക്ഷെ ക്രിയാറ്റിൻ ചിലതിന് 3 ഉണ്ടാവും, ചിലതിന് 2.5 ഉണ്ടാവും. അത് പിന്നെ താഴുമെന്നൊന്നും അത്ര വേഗം വിചാരിക്കേണ്ട. അതുകൊണ്ട് കിഡ്നി ഇപ്പോഴും ഇമ്പയർമെൻറ്റിലാണ് എന്ന് പറഞ്ഞങ്ങ് വിടുക. മാന്യമായ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചോളാൻ പറയാം. മാറ്റേണ്ട ആവശ്യമില്ല, അങ്ങനെ ആക്കാൻ പറ്റും. വെളുത്ത എരിക്കിൻ്റെ കറ മെല്ലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആ സാധനം പോയി ഊരിപ്പോരും. പിന്നെ ദേഹത്തിൽ മൊത്തം ആണി വരുന്നതിന് നിങ്ങൾ പറഞ്ഞ ആ ചികിത്സാ കൗതുകത്തിലൊരു കോഴിപ്പൊടിയുണ്ട്, കഞ്ചാവും ഒക്കെ വെച്ച് ഉഗ്രം മരുന്നാണ്. അത് ആണിക്ക് മാത്രമല്ല, മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമറ്റോസിസ് അതിന് 100% ഫലപ്രദമാണ്. കേരളത്തിലൊരു 12ഓളം കുട്ടികൾ മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമറ്റോസിസിൽ നിന്ന് ആ മരുന്ന് കഴിച്ച് മാറിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുണ്ടാക്കി കൊടുക്കാൻ പോകരുത് കഞ്ചാവാണ്. എങ്ങനെ വന്നാലും പിടിക്കും. നിങ്ങൾക്ക് കൊണ്ട തരുന്നവൻ ഇന്ന വൈദ്യനാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെ അറിയിക്കും. അതിന് അവന് കമ്മീഷൻ. അതുകൊണ്ട് നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ട് എന്നെയൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞൊരു വൈദ്യൻ, പ്രഗത്ഭനായ ഒരാൾ ഇതുണ്ടാക്കി കൊടുക്കാനേറ്റു. 3-4 ആഴ്ച അയാളുടെ ആശുപത്രിയിൽ നിന്ന് പോലീസ് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ മണ്ടത്തരം ഒന്നും കാണിച്ചേക്കരുത്, എഴുതി കൊടുത്തേക്ക്. ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കൊടുക്കുക, നല്ല നീറ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്യേണ്ടത് കോഴിയുടെ അശടും ഇതുമെല്ലാം കളഞ്ഞ്, തൊലിയെല്ലാം കളഞ്ഞ് കീറി അതിനകത്ത് വെച്ച് തുന്നി ഒരു കലത്തിനകത്ത് വെള്ളം ഗോമൂത്രം ഒഴിച്ച് കോല് പാകി അതിൻ്റെ മുകളിൽ കോഴിയെ വെച്ച് വേറൊരു കലം കൊണ്ട് അടച്ച് ശീലമൺ ചെയ്ത് അടിയിൽ നിന്ന് തീ കത്തിക്കുക. അടിയിൽ ചാരം ചൂടുമ്പോൾ ഗോമൂത്രം പറ്റും. അപ്പോൾ സാധനം എടുക്കുക, ഇടിച്ച് ചതച്ച് വെയിലത്തേക്ക് വയ്ക്കുക, പൊടിക്കുക, കൊടുക്കുക. നിങ്ങൾ 1-2 പേർക്ക് കൊടുത്തില്ലേ? ഫലപ്രദമല്ലായിരുന്നോ? നിങ്ങളവിടുന്ന് കൊടുത്തില്ലേ? 2-3 പേർക്ക് കൊടുത്തില്ലേ? വളരെ ഫലപ്രദമാണ്. ആണിയും പോവും, ദേഹത്തിൽ മുഴുവനുള്ള ആണിയായാലും പോവും. ആണി പോവും, ഇത് പോവും. പക്ഷെ ഇത് ചൂടാണ്. ആണിക്ക് ചൂട് കഴിക്കരുതെന്നാണ്. പക്ഷെ ഭക്ഷണത്തിൽ കാപ്പിയരുത്, കപ്പയരുത്, ഒന്നും വരുത്, കർപ്പൂരം വരുത്. അതുപോലെ മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമറ്റോസിസിൽ നിങ്ങളിത് കൊടുക്കുമ്പോൾ സ്രാവിൻ്റെ നെയ്യ് അല്ലേ, സ്രാവിൻ്റെ നെയ്യല്ലേ, അത് കഴിക്കാനും ഉണ്ട് പുരട്ടാനും ഉണ്ട്, ഇല്ല, രണ്ടും ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ പോകും. 100% ഫലപ്രദം. ഓർഗാനിക് ടോക്സിൻ, അതായത് വിഷം കുടിച്ച് പെട്ടെന്ന് വരികയാണെങ്കിൽ അങ്ങനെയുള്ള വിഷം എമർജൻസി മാനേജ്മെന്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഞങ്ങളിപ്പോൾ അങ്ങനെ അറിയാത്ത ഒന്നിനു വേണ്ടി മരുന്ന് കൊടുത്ത് രോഗി
കേരളത്തിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് നല്ല ബോധം വെച്ച് വരുന്നത്. ആദ്യം ഒന്ന് ചെറുതായി ബോധം വെച്ച് വന്നപ്പോൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു സംവിധാനം ഉണ്ടെന്ന് അവരുടെ ബന്ധുക്കളും കുറേ ഡോക്ടർമാരുടെ ഒരു സെറ്റും ഒക്കെ അവരോട് പറഞ്ഞു. അതനുസരിച്ച് അവരവിടെ എത്തി ഏറ്റപ്പോൾ സ്വാഭാവികമായി മറ്റേ മരുന്ന് നിർത്തിയേക്കാൻ പറഞ്ഞു. കഴിഞ്ഞിപ്പോൾ അവരുടെ ചികിത്സ കഴിഞ്ഞു, വീണ്ടും വിട്ടപ്പോൾ ഇപ്പം മരുന്ന് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 5 കൊല്ലോ 6 കൊല്ലോ ആയി കേരളത്തിൽ ഒരു തള്ളയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് അച്ഛനും മകനും കൂടി തള്ളയ്ക്കുള്ള മരുന്നിൽ വിഷം ചേർത്തു. വളരെ ക്രോണിക് വിഷമായിരുന്നു. ആ ഔഷധിയുടെ മരുന്നാണ് ഡോക്ടർ കുടിച്ചതെന്നുള്ളത് കൊണ്ട് ഡോക്ടർ ചെന്ന് ആ മരുന്നെടുത്ത് കുടിച്ചു. തള്ള മരിച്ചുപോയി. ഡോക്ടർ അന്ന് വീണതാണ്. അദ്ദേഹം ചികിത്സയിലുണ്ട്. അത് മരുന്ന് കഴിച്ച് മെല്ലെ മെല്ലെ ഇപ്പം ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് അത്ര ക്രോണിക്കാണെങ്കിലും കയറിപ്പോരുമ്പം തന്നെയാണ് വിശ്വാസം. വിഷങ്ങളിലെല്ലാം പ്രതിവിഷം. വിഷം ഇന്നതാണെന്ന് അറിഞ്ഞാൽ ആയുർവേദത്തിൽ എല്ലാത്തിനും പ്രതിവിഷമുണ്ട്. അതിനൊരു നിങ്ങൾ നിഘണ്ടു എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രതിവിഷം എന്ന് പറയുന്നത് പറയാത്ത ഒരു കേസില്ല. പിന്നെ അതിന് എനിക്ക് തോന്നുന്ന വിഷഗ്രന്ഥങ്ങൾ എടുത്ത് പഠിച്ചാൽ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ വിഷങ്ങളുടെ പ്രതിവിഷങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ഒരുമാതിരി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന മലയാളത്തിലുള്ളൊരു പുസ്തകം എനിക്ക് തോന്നുന്ന ക്രിയാകൗമുദിയാണെന്ന് തോന്നുന്നു. സെയിം മേനോൻ്റെയാണ്. ക്രിയാകൗമുദി സെയിം മേനോൻ്റെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വർക്കാണ്. അതിനകത്ത് ഒരു അനുബന്ധത്തിൽ ഓരോന്നിനും ഇപ്പം ചക്കയ്ക്ക് ചുക്ക്, മാങ്ങയ്ക്ക് തേങ്ങ, ഇങ്ങനെ ഓരോ ഐറ്റത്തിനും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടത് റെഫർ ചെയ്യാവുന്നതാണ്. അതിൽ കുറേ വിഷം തിരിച്ചറിഞ്ഞാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിഷം തിരിച്ചറിയാതെ വരുമ്പോഴാണ് നമ്മൾ വിഷം വയ്ക്കുന്നത്. നീലയമരി നല്ലതാണ്, അങ്കോലം നല്ലതാണ്. അതെല്ലാം മാറി മാറി പരീക്ഷിച്ച് നോക്കുക. അങ്കോലം നല്ലത്, നീലയമരി നല്ലതാണ്. പിന്നെ കൈവിഷ പരിഹാരികൾ 2-3 ഉണ്ട്. നീലിമൂലാദിയുണ്ട്, കൂളം വെച്ചുള്ളതുണ്ട്. അങ്ങനെയുള്ള പല യോഗങ്ങളുണ്ട്. അതൊക്കെ ഓരോ യോഗഗ്രന്ഥത്തിലുള്ളതാണ്. കോട്ടയ്ക്കലിൻ്റെ യോഗഗ്രന്ഥത്തിൽ നിന്നാണെന്ന് തോന്നുന്നു കൈവിഷ പരിഹാരി. അത് യോഗഗ്രന്ഥം പണ്ടാണെങ്കിൽ അവർ കോപ്പി എടുക്കാനായിട്ട് കൊടുത്തിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന യോഗം അനുസരിച്ച് കൊടുത്താൽ നല്ലതാണ്. ഇതിനേക്കാളൊക്കെ നല്ലതാണ് വിഷരസായനം. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വിഷരസായനം അത് 48 മണിക്കൂറോളം കൈയെടുക്കാതെ അരയ്ക്കണം. അതിൻ്റെ യോഗം വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഏറ്റവും നല്ല യോഗമാണ്. യോഗം എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കാറില്ല. കാരണം കുറേ കാലമായിട്ട് ഉണ്ടാക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇരുന്ന് അരയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് പണിക്കാരെ ഏൽപ്പിച്ചാൽ അത് ചിലപ്പോൾ ശരിയാവില്ല. ഡോക്ടർമാരിരുന്ന് അരയ്ക്കുന്ന സമയങ്ങളിൽ പറ്റും. അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. വിഷരസായനം എന്നാണ് അതിൻ്റെ പേര്. വളരെ ഫലപ്രദമാണ്. ഏത് ഇമ്മ്യൂണിറ്റി പ്രോബ്ലത്തിനും നല്ലതാണ്. വളരെയധികം ഫലവത്തായിട്ടുള്ളൊരു ഔഷധമാണ്. അപ്പോൾ അങ്ങനെയുള്ള യോഗങ്ങൾ ആയുർവേദത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. തിരഞ്ഞെടുക്കുന്നതിലും കണ്ടുപിടിക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ടാണ്. പ്രതിവിഷം എന്ന് പറയുന്നത് അലർജി മുഴുവൻ അങ്ങനെയാണല്ലോ. കാരണം സുശ്രുതൻ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. പുഷ്പങ്ങൾ കൊണ്ട്, ഗന്ധങ്ങൾ കൊണ്ട്, പൊടി കൊണ്ട്, ജീവികളുടെ പൊടി കൊണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അസാൽമ്യജ കാസ ശ്വാസ എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു കഷായം ഉണ്ട്. അതായത് ചുക്ക്, ചുണ്ട, കണ്ടകാരി ചുണ്ട, then മഞ്ഞ നിറത്തിൽ പൂള്ള തകര, പൊന്നാം തകര, ഇതെല്ലാം ചേർത്തിട്ടൊരു കഷായമുണ്ട്. അതിൻ്റെ യോഗം വേണമെങ്കിൽ കൊടുക്കുക. അസാൽമജ കസാന്തക കഷായം എന്ന് പറഞ്ഞ ഒറ്റപ്പാലത്ത് മുമ്പ് വിഷത്തിന് വേണ്ടി മാത്രം കൊടുത്തിരുന്നതാണ്. ശ്വാസം മുട്ടലും നിൽക്കും. വളരെ ഫലപ്രദമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആയുർവേദത്തിൽ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളിൽ നമ്മളീ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത്തരം യോഗങ്ങൾ കിട്ടും. ഒന്നാമത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച സിലബസിന് വെളിയിൽ ഒന്ന് പരതിയാൽ ചികിത്സാരത്നം, ചികിത്സാ മഞ്ജരി, ചികിത്സാ നൂല്, ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കുറേ കിട്ടും. പിന്നെ കുറേ തമിഴ് ഗ്രന്ഥങ്ങളുണ്ട്. അവയിൽ ഒരുപാട് യോഗങ്ങളുണ്ട്. പിന്നെ ഏത് ബി പിക്ക് അന്നഭേദി സിന്ദൂരം പാവലല നീരിൽ അരച്ചം കൊടുത്താൽ ഇടിച്ചങ്ങ് താഴും. അതിന് വേറെ പണിയൊന്നും വേണ്ട. വെറും അന്നഭേദി സിന്ദൂരം. ഒരു കാരണവശാലും സർപ്പഗന്ധി കൊടുക്കരുത്. ആത്മഹത്യാ പ്രവണതയുണ്ടാവും. അത് മറന്നുപോകരുത്. ഇത് മതിയോ? ഞെരിഞ്ഞിലും കിഡ്നിക്ക് രോഗമുള്ളവർക്കാണെങ്കിൽ ഞെരിഞ്ഞിലും ഏലത്തരിയും കൂടെ പൊടിച്ചു വെച്ചിട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുത്താൽ ബി പി താഴും.
മുരിങ്ങയില ചോറിലിട്ടുണ്ടാൽ മാറും, മുരിങ്ങയിലയും വെള്ളുള്ളിയും കൂടെ കഴിച്ചാൽ മാറും. അപ്പോൾ വളരെ ഫലപ്രദമാണ്. മുരിങ്ങയില കർക്കിടക മാസത്തിൽ വരുമ്പോൾ മുരിങ്ങയില കൊടുക്കരുത്, വയറിളക്കം ഉണ്ടാകും, നിൽക്കില്ല. അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് ഇത്തരം ഔഷധങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ രാസ്നാതാമലയ്ക്കാതി കൃത്യമായി ഉണ്ടാക്കിയാൽ നല്ലപോലെ ബി പി താഴും. യോഗരാജ ഗുൽഗുരു നല്ലപോലെ ബി പി താഴും. ഗോഡ്സുര ഗുൽഗുരു കൃത്യമായി ബി പി താഴും, കണ്ണിന്റെ ബി പിയും താഴും. ഗോഡ്സുര ചൂർണം കണ്ണിന്റെ ബി പിയെ നോർമലാക്കി തരും. കണ്ണിന്റെ ബി പി ഇന്ന് വലിയൊരു പ്രശ്നമാണ്. ഗ്ലൂക്കോമ വളരെ ഫലപ്രദമാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്താലും ഒന്നോ രണ്ടോ പേർക്ക് പ്രയോഗിച്ച് കഴിയുമ്പോഴേ തലേ കയറും. പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. എഴുതിയെടുത്തത് നിങ്ങൾ കൊണ്ടുപോയി അട്ടത്ത് കൊടുക്കും. പിന്നെ വരുമ്പോൾ നിങ്ങൾ ഈ പേപ്പർ എടുക്കാൻ പ്രയാസം വരും. അതിന് ചെയ്യേണ്ട ഒരു പരിപാടി, ദിവസവും രാവിലെ ഇത് സാധന പോലെ ഓർക്കുക, 2 രോഗികൾക്ക് കൊടുത്ത് തലയിൽ വരിക. അതാണ് എളുപ്പം. ഇപ്പൊ ഇവര് അവിടെ കിടത്തി ചികിത്സ രോഗികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്റെ ഓർമ്മയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഓർമ്മയിൽ ഇപ്പം നിൽക്കും. ലോപിപ്പിക്കുക വസന്ത കുസുമാകര രസം സിദ്ധമകരത്വം തപ്പന്ന്. നമ്മൾ ഈ പറഞ്ഞ മരുന്നൊക്കെ എത്ര കാലം വേണേൽ കൊടുക്കാം, അങ്ങനെയൊന്നും ആവശ്യം വരില്ല. കാരണം വെച്ചാൽ അന്നഭേദി സിന്ദൂരവും പാവലല നീരും കൂടെ കൂടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നേന്ത്രവാഴപ്പോള നീരും കൊടുക്കുമ്പോൾ വ്യാനനാ ശരിയാകുന്നത്. വ്യാനന്റെ കോപമാ ബി പി, അല്ലാതെ ബി പി എന്നൊരു രോഗം ആയുർവേദത്തിലില്ല. ബി പി ഒക്കെ ആധുനികന്റെ കണ്ടെത്തലാണ്. ബി പി ആയിട്ടല്ല അതിനെ കാണുന്നത്. രക്തത്തിൽ സമ്മർദ്ദം വരുന്നത് വ്യാനൻ കോപിച്ചിട്ടാണ്. അപ്പോൾ വ്യാനകോപത്തിനുള്ള ഏത് മരുന്ന് കൊടുത്താലും, വ്യാനൻ പ്രാണന്റെ ഭാഗമാണ്. അത് കോപിക്കുമ്പോൾ പഞ്ചപ്രാണങ്ങളിലൊന്നാണ്. അത് കോപിക്കുമ്പോൾ പചനത്തിലാണ് പ്രശ്നം വരുന്നത്. വ്യാനൻ കോപിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര പ്രാണവായുവിൻ്റെ സപ്ലൈ കുറയും. കാരണം ഹൃത്പത്മത്തിൽ നിന്ന് 101, അതിന് 100 വീതം ശാഖാനാഡികൾ, അവയ്ക്ക് 72,000 വീതം പ്രതിശാഖാ നാഡികൾ, അതിനകത്ത് മുഴുവൻ സഞ്ചരിക്കുന്നത് കൊണ്ട് വ്യാപനോതി ഇതി വ്യാനഹ എന്ന് വ്യാന നിർവചനം. ആ വ്യാനൻ കോപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോധമുണ്ടാകുന്നു, കോപിക്കുന്നു. കോപിക്കുന്നതിന് എന്ത് ചെയ്യണം? പചിച്ച് കളയണം. പചിക്കാൻ എന്താണ് ഏറ്റവും നല്ലത്? അന്നത്തെ ഭേദിക്കുന്നവനായ അന്നഭേദിയെ കണ്ണുടച്ചു കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയാം. വായ്പുണ്ണിന് വളരെ എളുപ്പം. പനിക്കൂർക്ക ഇളനീരും തേനും കവിൾക്കൊള്ളുക, അകത്തേക്ക് കഴിക്കുക, കുറച്ച് തവിട് ശർക്കര ചേർത്ത് ഇടിച്ചു വെക്കുക, കഴിക്കുക. വൈറ്റമിൻ ബി കോംപ്ലക്സ് കൊണ്ടുള്ളതാണെങ്കിൽ തവിട് കൊണ്ട് ക്ലിയറാവും. മറ്റു തരത്തിലുള്ളതാണെങ്കിൽ പനിക്കൂർക്ക ഇളനീര് കൊണ്ട് ക്ലിയറാവും. വായിലും കൂടെ പുണ്ണുണ്ടെങ്കിൽ പിഞ്ചു കൂളക്കായുടെ മജ്ജ കൊണ്ട് ചെയ്യും. ഗന്ധർവഹസ്തി കഷായത്തിൽ അഗ്നികുമാര രസം ഒരാഴ്ച കഴിച്ചാൽ വേറെ ഏത് തരത്തിലുള്ളതായാലും വയറിലേക്കേട് മുഴുവൻ പോകും. കാരണം ദഹനേന്ദ്രിയ വ്യവസ്ഥ ക്ലിയറാവും. സോഡിയം കുറഞ്ഞാൽ മൊസാമ്പിയുടെ ജ്യൂസ് പെട്ടെന്ന് കയറും. ആയുർവേദ മരുന്നുകളിൽ ദശമൂല ഹരിതകയോ കഴിക്കുന്നുണ്ടെങ്കിൽ സോഡിയം കുറയില്ല. സോഡിയം ഇപ്പോൾ കുറയുന്നതിന് കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപ്പാണ്, അയോഡൈസ്ഡ് ആയതുകൊണ്ടാണ്. നമ്മളുടെ ശരീരത്തിന് അയോഡൈസ്ഡ് ഉപ്പ് സ്വീകരിച്ച് ശീലമില്ല. സാൽമ്യമല്ലാത്തൊരു സാധനം ഗവൺമെൻറ് ഇറക്കി ടാറ്റായ്ക്ക് വേണ്ടി. ടാറ്റയുടെ സോപ്പ് കമ്പനിയുടെ വേസ്റ്റ് ഇന്ത്യൻ ജനതയെ തീറ്റുന്നതിന് വേണ്ടി കൃത്യമായ കമ്മീഷൻ അടിച്ച ഏർപ്പാടാണ്. അതിന് സുപ്രീം കോടതി വരെ പോയ ചില ആളുകൾ വിധി വാങ്ങിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. അയോഡൈസ്ഡ് ഉപ്പ് വിൽക്കാൻ പാടില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്റും, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും സമ്മതിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ അയോഡൈസ്ഡ് അല്ലാത്തത് കിട്ടും, കേരളത്തിൽ അയോഡൈസ്ഡ് അല്ലാത്തത് കിട്ടില്ല. കല്ലുപ്പായാലും കിട്ടില്ല. കല്ലുപ്പ് മേടിച്ചുകൊണ്ടും കാര്യമില്ല. ഇന്ദുപ്പിലേക്ക് മാറുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ചെന്ന് കല്ലുപ്പ് വാങ്ങിക്കുക. അത് വിൽക്കാൻ പാടില്ലെന്നാണ്. ഏതെങ്കിലും കടയിലുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് എടുത്തുകൊണ്ട് പോകും. വളരെ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തിന് ആകെ താതിരിപ്പൂ കഷായം കൊടുത്താൽ മതി. ഞങ്ങൾ റിസൾട്ട് കാണിക്കും. ഡോക്ടർ ബാബുരാജ് എന്ന് പറഞ്ഞൊരു രോഗി, അയാൾ ഫാക്ടർ 7 ആൻഡ് ഫാക്ടർ 8 ആ പേപ്പർ അവിടെ ഉണ്ടായിരുന്നില്ല, എടുത്തില്ല. അത് നല്ല ഗംഭീരമായ റിസൾട്ടാണ്. ഫാക്ടർ 7 ആൻഡ് ഫാക്ടർ 8. അതിൽ ബ്ലീഡിങ് നിൽക്കാനായിട്ട് കൊടുത്ത താമരയല്ലി, വെണ്ണ, പഞ്ചസാര.
പക്ഷെ രോഗം മാറിയത് അതുകൊണ്ടല്ല, താതിരിപ്പൂ മാത്രം കാരണം. താതിരിപ്പൂവിനെ നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്താൽ മതി ഹീമോഫീലിയയ്ക്ക് റിസൾട്ട് കിട്ടും. ഹീമോഫീലിയയിൽ അവർ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സ്റ്റീറോയിഡാണ്. പയ്യെ ടാപ്പർ ചെയ്ത് നിർത്തുകയും ചെയ്യും. ആൾ സുഖമായി ജീവിച്ചിരിപ്പുണ്ട്, കല്യാണം കഴിച്ചു, പിള്ളേരുണ്ടാവില്ല എന്ന് പറഞ്ഞ് പിള്ളേരും ഉണ്ടായി, സുഖമായിരിക്കുന്നു. ലോക്കൽ അനസ്തേഷ്യയുടെ അഭാവം ആയുർവേദ ശാസ്ത്ര അനുശസ്ത്ര ക്രമങ്ങളെ ബാധിക്കുന്നുണ്ട്. മോഡേൺ മെഡിസിൻ ലോക്കൽ അനസ്തേറ്റിക് ഉപയോഗിക്കേണ്ടി വരുന്നു. ആയുർവേദത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ജനറൽ അല്ലെങ്കിൽ ലോക്കൽ അനസ്തേറ്റിക് മരുന്നുകൾ ഉണ്ടോ? ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം സർജറി അവർ സമ്മതിക്കുമോ? അനസ്തേഷ്യ ഉണ്ടെങ്കിൽ തന്നെ സമ്മതിക്കും. എങ്കിൽ അനസ്തേഷ്യ ആയുർവേദത്തിലുണ്ട്. അനസ്തേഷ്യയൊക്കെ പോയത് ആയുർവേദത്തിൽ നിന്ന് മാത്രമാണ്. നായ്ക്കുരണപ്പരിപ്പും വെടിയുപ്പും ചേർന്നാൽ ബോധത്തെ മണിക്കൂറുകൾ തടഞ്ഞു നിർത്താം. ആയുർവേദ ഗ്രന്ഥങ്ങളിലെ സർജറി ഗ്രന്ഥങ്ങളെടുത്ത് നിങ്ങൾ ഡീപ്പായി പഠിക്കുമെങ്കിൽ സുശ്രുതൻ എങ്ങനെയാണ് സർജറി ചെയ്തത്, ദി ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഇൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് പാർക്ക് ഡേവീസിൻ്റെ കുറേ പടങ്ങളുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ വയസ്സായ അലോപ്പതി ഡോക്ടർമാരുടെ റൂമുകളിൽ അത് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മെല്ലെ ചെന്ന് എടുത്താൽ അതിലെ ഹിന്ദു സർജൻ നോണാസ് സുശ്രുത, അദ്ദേഹം ചെയ്യുന്ന ആ സർജറി അല്ല, പ്ലാസ്റ്റിക് സർജറി അല്ല, കോസ്മെറ്റിക് സർജറിയാണ്. ഏതായാലും കോസ്മെറ്റിക് സർജറിക്ക് എത്ര വർഷമായിട്ടുണ്ടാവും ആയുസ്സുണ്ടായിട്ട്? കോസ്മെറ്റിക് സർജറി വന്നിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവും? ഏതാണ്ട് പറഞ്ഞു, മാക്സിമം പറഞ്ഞു, മാക്സിമം പറഞ്ഞു, നിങ്ങൾക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു 50 കൊല്ലം. കോസ്മെറ്റിക് സർജറി വന്നിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവും? 20 കൊല്ലം. ഞാൻ 50 കൊല്ലം വരെ വിട്ടുതരാം. സുശ്രുതൻ അന്ന് ചെയ്തത് കോസ്മെറ്റിക് സർജറിയാണ്, ആർട്ടിഫിഷ്യൽ ഇയർ വെച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ചിത്രമാണ് ഇന്ത്യക്കാർ പബ്ലിഷ് ചെയ്തല്ല, പാർക്ക് ഡേവീസ് പബ്ലിഷ് ചെയ്ത. അന്ന് എന്ത് സാധനമാണ് ചൈതന്യ നിഹന്ത്രുകമായി കൊടുത്തത്? സുശ്രുത സംഹിതയ്ക്കകത്തുണ്ട്. ഒരു പ്രത്യേകതരം ആൽക്കഹോളാണ്. വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതില്ലായിട്ടല്ല, നിങ്ങൾ സർജറി പഠിച്ചാലും കേരളത്തിൽ നിങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല. ബനാറസ് ഹിന്ദു സർവകലാശാല മോഡേൺ മെഡിസിൻ്റെയും ആയുർവേദത്തിൻ്റെയും ഡോക്ടർമാരെ ഒരുമിച്ചിരുത്തിയാണ് സർജറി പഠിപ്പിക്കുന്നത്. കർണാടകത്തിൽ പ്രസിദ്ധനായ ശർമ്മ സർജറി നിർവഹിക്കുന്നുണ്ട്. സുശ്രുതൻ ഉപയോഗിച്ച വസ്തുക്കളൊക്കെയാണ് അണുക്കൾ വരാതിരിക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് ക്യാൻസറുള്ള ആയുർവേദ പേഷ്യൻസൊക്കെ വരികയാണെങ്കിൽ മെല്ലെ ഒരു കാര്യം ചെയ്യുക, കാരണം ഇവിടുന്ന് അങ്ങോട്ട് റെഫർ ചെയ്യുക. അങ്ങനെയായി കുറേ എണ്ണം അവിടെ ചെയ്തു കഴിയുമ്പോൾ രോഗികൾക്ക് വിശ്വാസം വരും ആദ്യം. അപ്പോൾ നാട്ടിലിത് വേണമെന്നുള്ള രോഗികളുടെ ആവശ്യം വരും. അപ്പോൾ ഗവൺമെൻറ് വഴങ്ങേണ്ടി വരും. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ സംഘടിത പ്രസ്ഥാനങ്ങളോട് വഴങ്ങുന്നത്? എക്കണോമിയാണിത്, നോളജല്ല. നിങ്ങളത് സമ്പാദിച്ച് നിങ്ങളാണ് മോളി വരുന്നതെങ്കിൽ നിങ്ങളാവും. ഇത്രയുള്ളതിൻ്റെ കാര്യം. ക്ലിയർ? അപസ്മാരം വളരെ പെട്ടെന്ന് മാറുന്ന ഒരു രോഗമാണ്. അതിനൊരു യോഗം അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപസ്മാരാന്തക കഷായം എന്ന് പറഞ്ഞിരുന്നുണ്ട്. പഴയ മണ്ണാന്മാരാണ് ഏറ്റവും കൂടുതൽ അപസ്മാരത്തെ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മരുന്നുകളെല്ലാം വളരെ എളുപ്പമാണ്, അതിൻ്റെ കൃതം. പക്ഷേ അത് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുള്ള ബുദ്ധിമുട്ട്, കാക്കച്ചോര, കാരാമച്ചോര മുതലായ മരുന്നുകളെല്ലാം അത് ചേർത്ത് നെയ്യ് കാച്ചണം. അങ്ങനെയുള്ള നെയ്യുണ്ട്. പിന്നെ ആയുർവേദത്തിൽ ഒരു ഒട്ടേറെ കഷായങ്ങൾ അപസ്മാരത്തിനുണ്ട്. 1 2 അല്ല, പലങ്കഷാദ്യം മുതലായ തൈലങ്ങളുണ്ട്, മഹാപൈശാചികം മുതലായ ഘൃതങ്ങളുണ്ട്. ഇവയൊക്കെ ഫലപ്രദമാണ്. ഇതല്ലാതെ പൊടിക്കൈകളുണ്ട്. മുഞ്ഞയിലയും വെളുത്തുള്ളിയും അരച്ച് കുറേ നാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാം. ഭൂനാഗം, കുഴിയാന, തലമുടി, ഇത് 3 നെയ്യിൽ വറുത്ത് ആ നെയ്യിൽ അരച്ച് നെറുകയിൽ തളമിട്ടാൽ കൺട്രോൾ ചെയ്യാം. വളരെ കൺട്രോൾ ചെയ്തു. ഈ ഭൂനാഗത്തെ ശുദ്ധി ചെയ്ത് അകത്തു കൊടുത്താലോ, ഭൂനാഗ പ്രസാരണി
കാച്ചി കൊടുത്താലോ കൺട്രോൾ ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു വകുപ്പ് മാത്രമാണ്. അതായത് എപ്പോഴെങ്കിലും കുട്ടിക്ക് മോളിബ്ഡീനം അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാകും. ആ അപസ്മാരം ലിവറിലെ കോപ്പർ കുറഞ്ഞു പോയതാണ്. ലിവറിലെ കോപ്പറിൻ്റെ ജാരനാണ് മോളിബ്ഡീനം. ആധുനിക കാലത്ത് കേരളത്തിൽ 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പീഡിയാഷുവർ എന്നൊരു സാധനം ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റ് നിങ്ങൾ ആയുർവേദക്കാർ പഠിക്കുക. അതിനകത്ത് മോളിബ്ഡീനമുണ്ട്, ക്രോമിയമുണ്ട്, കോപ്പറും ചേർത്തിട്ടുണ്ട്. കോപ്പർ അരിച്ചു പോകും. കോപ്പറും മോളിബ്ഡീനം അരിച്ചു പോകും. നിങ്ങളിന്ന് ഒരുപാട് വീടുകൾക്ക് വളരെ കളർഫുള്ളായിട്ടുള്ള പെയിൻറ് കണ്ടിട്ടുണ്ട്. ആ പെയിൻറ് പിള്ളേർ നക്കുപോലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോളിബ്ഡീനകത്തില്ല, അരിച്ചു പോകും. പശു പിടിച്ചിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ കോപ്പർ അരിച്ചു പോകും, പശു ചത്തുപോകും, തളർന്നു പോകും. അത് പെയിൻറ്റിൽ നിന്ന് വരുന്നതാണ്. പെയിൻറ്റും മറ്റും ഉപയോഗിക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ്. വളരെ കൂടുതൽ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റുകളിൽ മോളിബ്ഡീനത്തിൻ്റെയൊക്കെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ചുറ്റുപാടുകളെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവുക, രോഗിക്ക് അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വന്നതാണെങ്കിൽ ഭൂനാഗം ശുദ്ധി ചെയ്ത് മണ്ണിര, അത് നാടൻ മണ്ണിര, മറ്റേ മണ്ണിര പ്രയോജനമില്ല, അതിനകത്ത് കോപ്പറില്ല. മണ്ണിരയെ എടുത്ത് വളർത്തി അതിൻ്റെ അകത്തെ മണ്ണ് മോരിലിട്ടോ പാലിലിട്ടോ കളഞ്ഞ് അത് ചെറുതായി എടുത്ത് അതിൻ്റെ സത്വം എടുത്തു കഴിഞ്ഞാൽ ചെമ്പാണ്. ആ ചെമ്പിന് ക്ലാവുണ്ടാവില്ല. ചെമ്പ് നമുക്ക് എടുക്കാം. ആയുർവേദത്തിൽ പ്രോസസ്സുണ്ട്. ആ ചെമ്പകത്തി എന്ന് കഴിഞ്ഞാൽ ലിവറിൽ അത് ചെല്ലും, മാറും. കുപ്രമറ്റ് എന്ന് പറയുന്ന ഹോമിയോയുടെ മരുന്ന് കൊടുത്താൽ മാറും. അത് കൂടാതെ നിങ്ങൾ ചെമ്പിൻ്റെ താമ്ര ഭസ്മം, താമ്ര സിന്ദൂരം നല്ലപോലെ പുടം ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, കൊടുത്താൽ മാറും. പക്ഷെ ഇതെല്ലാം ലിവറിൽ വരുന്നതിന് മാത്രമാണ്. ഹാർട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, നെർവിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, ബ്രെയിനിൻ്റെ വലതുപാർശ്വവും ഇടതുപാർശ്വവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, ബ്രെയിനിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ അളവിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവും. ഇവയെല്ലാം വേർതിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു 100,000 റെമഡികളുണ്ട് അപസ്മാരത്തിന് മാത്രം. അപസ്മാരം ഉന്മാദ പ്രതിഷേധം എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ നിലയ്ക്ക് കുട്ടിക്കാലം മുതൽ കൊടുക്കാൻ 100 കണക്കിന് മരുന്നുണ്ട്. എല്ലാ മരുന്നും ഫലപ്രദമാണ്. അതിലേറ്റവും ഫലപ്രദമാണ് മഹാപൈശാചിക കൃതം. എനിക്ക് തോന്നുന്നു ഔഷധി മാത്രമേ ഇറക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? ഔഷധിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ ആരൊക്കെ ഇറക്കുന്നുണ്ടേ? CNN ഇറക്കുന്നുണ്ടാവും. CNN അപ്പോൾ ചികിത്സയുണ്ട്, അതുകൊണ്ടാണ് CNN. ആരോഗ്യ ഫാർമസിക്കുണ്ടാവും. ഉണ്ടെങ്കിൽ അവിടെ കാണും. മറ്റേ ഔഷധിയിലാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് കാരണം വെച്ചാൽ വളരെ ഫലപ്രദമാണ്. ഇറക്കിക്കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ മാറും. പലങ്കഷാദ്യം തൈലവും നല്ലതാണ്. പലങ്കഷാദ്യം തൈലവും നല്ലതാണ്, വളരെ ഫലപ്രദമാണ്. കൊടുത്തു നോക്കിയിട്ടുള്ളതാണ്, കുറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും കൂടാതെ അരുതയുടെ നീര് കുട്ടിക്കാലത്താണെങ്കിൽ കുറേശ്ശെ കൊടുത്താൽ മാറും. കുരുമുളകും മുത്തലും കൊടുത്താലും മാറും. പെയിൻ തോതം സാധാരണഗതിയിൽ ആയുർവേദ മരുന്നിലെ ഏത് കൊടുക്കുമ്പോഴും സിസ്റ്റത്തിലായതുകൊണ്ട് ആ രോഗിക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മോഡേൺ മെഡിസിൻ വന്നതും മോഡേൺ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങുമ്പോഴുമാണ് ഈ പെയിൻ, ലോക്കലായിട്ടുള്ള പെയിൻ എല്ലാം വളരെ കൂടുതലായി വന്നിരിക്കുന്നത്. സാധാരണ സ്രോതോരോധമില്ലാത്ത ഒരു രോഗിക്ക് പെയിൻ ഉണ്ടാവില്ല എന്നുള്ളത് കോമൺ സെൻസാണ്. അപ്പോൾ സ്രോതോരോധമാണ് പെയിൻ. സ്രോതോരോധത്തിനുള്ള ഏത് ഔഷധം കൊടുത്താലും പെയിൻ നിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള മരുന്നുകളെല്ലാം അതിന് ഫലപ്രദമാണ്. എന്നാൽ ലോക്കലായിട്ട് ക്യാൻസറിൻ്റെയും മറ്റും പെയിൻ വളരെ കൂടുതലായി വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ നന്ദ്യാർ വട്ടത്തിൻ്റെ വേര് കഷായം, നന്ദ്യാർ വട്ടത്തിൻ്റെ വേര് കഷായം, അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ തല, തൊട്ടാവാടി, ഇതൊക്കെ ചേർത്തുള്ള നീര്, ചേർത്ത് യോജിപ്പിച്ചുള്ള നീര്, അതുപോലെ പ്ലാശിൻ്റെ തൊലി, മുരിങ്ങവേരിൻ്റെ നീര്, ഇതെല്ലാം പെയിൻ കുറയ്ക്കാൻ നല്ലതാണ്. കുറയ്ക്കാൻ മാത്രമല്ല, പോകാനും നല്ലതാണ്. പിന്നെ വളരെ ഫലപ്രദമായ ഒന്നാണ് ഗോതമ്പി ഭസ്മം. വെറ്റില നീരിൽ ലേശം കൊടുത്താൽ മതി, പെയിൻ അപ്പം നീക്കും. ഗോതമ്പി വളരെ വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട് ക്യാൻസറിലും ഒക്കെ. അത് സാധാരണ സ്ത്രീരോഗങ്ങളിൽ അതിൻ്റെ പ്രോബ്ലം വരുമ്പോഴേ
കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയിൽ സുകുമാരൻ കഷായം, നിമ്പാമൃതാദി, ഫലഘൃതം അല്ലെങ്കിൽ ഫലസർപ്പീസ്, ഒരു മഹാകല്യാണഘൃതം, എള്ള്, ശർക്കര, ജീരകം 4, അരി 6, പിന്നെ ദേവതാരം, മല്ലി, ഇത്രയും സാധനങ്ങൾ ഇടിച്ചു കൂട്ടി വെച്ച് കൊടുക്കുക. വളരെ ഫലപ്രദമായി കണ്ടിട്ടുള്ള പ്രയോഗമാണ്. അതേപോലെ അശോകാരിഷ്ടവും പാർത്ഥാരിഷ്ടവും ധാന്വന്തരം ഗുളിക ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതിയോ? ഇത് ഒറ്റയ്ക്ക് ചെയ്യാം, ഓരോന്നായി ചെയ്യാം, 2 at a time ചെയ്യാം, എല്ലാം ചെയ്യാം. ചെമ്പരത്തിമുട്ടും നല്ലതാണ്. നിങ്ങളത് ഗുന്മത്തിൻ്റെ പല വിഭാഗങ്ങളായി ഗുന്മ സംബന്ധികളായ ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിച്ചാൽ ഏറ്റവും ഫലപ്രദമായി. പിന്നെ ആ രോഗരംഗത്ത് ഏറ്റവും ഫലമുള്ളതാണ് അശോകത്തിൻ്റെ തൊലി, പൂണൂൽ പരുത്തി, അബ്രോമ അഗസ്റ്റ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. പൂണൂൽ പരുത്തി അല്ല, പൂണൂൽ ഒലാട്ട് കമ്പലാണ്. അതുകൊണ്ട് അതെല്ലാം ഇതിന് ഫലപ്രദമാണ്, ചുക്കായിട്ട് ഫലം തരുന്നതുമാണ്. ആ വളരെ ഫലപ്രദമാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് ഞാൻ പറഞ്ഞ ആ യോഗ ഗ്രന്ഥത്തിലോ മറ്റോ ഉണ്ടായിരുന്നു. അത് മനസ്സിലായി. ആ, അത് കൊടുത്താൽ വളരെ ഫലപ്രദമാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങേയറ്റം ഫലപ്രദമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ കൂട്ട് പല ആളുകളുടെയും കയ്യിലുണ്ട്. ഞാൻ നോക്കിയിട്ട് എൻ്റെ ശേഖരത്തിലുണ്ടെങ്കിൽ തരാം. കാരണം യോഗഗ്രന്ഥം എൻ്റെ കയ്യിൽ കോപ്പി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കോട്ടയ്ക്കല്ലേ ഉണ്ടെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. am I right? ഉണ്ടെന്നാണ് തോന്നുന്നത്. പഴയ കാലത്തെടുത്ത കോപ്പിയാണ്. അതുകൊണ്ട് കോപ്പി കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് പറയും. വെറും പ്രാചീന സ്ഥാപനങ്ങളിലെ യോഗങ്ങൾ കുറേയുണ്ട്, പിന്നെ താളിയോലകൾ കുറേയുണ്ട്. അതുകൊണ്ട് റെഫർ ചെയ്യാനുള്ള സമയത്തിൻ്റെ കുറവാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. സാമാന്യനുള്ള അതെല്ലാം പഴയ കാലത്ത് തന്നെ സംഘടിപ്പിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് അവയൊന്നും കിട്ടില്ല. അതുകൊണ്ട് സാമാന്യനെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാം. എൻ്റെ വിശ്വാസം അതവിടെ ഉണ്ടെന്നാണോ. കല്ലുണ്ടാക്കുന്നതിൻ്റെ യോഗങ്ങളും മറ്റ് വിഷക്കല്ലുണ്ടാക്കുന്നതിൻ്റെ യോഗങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. പിന്നെ കുറേയെല്ലാം DTP ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. പ്രിൻ്റ് ചെയ്യണമെന്ന് വെച്ചാൽ DTP ചെയ്ത് വെച്ചിരിക്കുന്നു. പ്രിൻ്റ് ചെയ്യാനുള്ളൊരു തരപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആയുർവേദ വൈദ്യന്മാർക്കെങ്കിലും കിട്ടുന്ന വിധം പ്രിൻ്റ് ചെയ്യണമെന്ന് വെച്ചാണ് ഇരിക്കുന്നത്. ഇന്ന് കൂടുതലായിട്ട് കുട്ടികളുടെ കണ്ടുവരുന്നതാണല്ലോ ഓട്ടിസം. അതിനെപ്പറ്റി അതിന്റെ കാരണങ്ങൾ, അതിനെന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നുന്നത്, ഒന്ന് മാതൃജവും പിതൃജവുമായ പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ ദൗഹദ അപചാരജമായ പ്രശ്നങ്ങൾ, ഇവ കുറേ കാരണമാണ്. പക്ഷെ ഇവ മാത്രമല്ല കാരണം. ഓട്ടിസത്തിൻ്റെ ഒരു പ്രകട കാരണം എനിക്ക് തോന്നുന്നത് മെർക്കുറിക് അയോൺസ് ആണെന്നാണ്. മെർക്കുറിക് അയോൺസ്. കാരണം ഒന്ന്, പല ആധുനിക മരുന്നുകളിലും മെർക്കുറിക് അയോൺസ് ഉണ്ട്. കൊച്ചുകുട്ടികളിൽ അത് ഏറ്റവും കൂടുതലായി കയറുന്നത് റൂബല്ലയിൽ നിന്നാണ്. റൂബല്ല വാക്സിൻ, മംസ്, മീസിൽസ് ആൻഡ് റൂബല്ല. കാരണം ഓട്ടിസം MMR എടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കുട്ടിക്ക് ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കാം. അങ്ങനെ കണ്ടിട്ടില്ല. ഒരു കേസ് പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേരിൽ 3 ഡോക്ടർമാർ വളരെ ശക്തമായി ഫൈറ്റ് ചെയ്തിരുന്നു. 2 പേരിപ്പോൾ കാലുമാറി. ഒരാൾ ഇനിയും കാലുമാറാനുണ്ട്. ഇല്ലെങ്കിൽ കമ്പനി കോടികൾ കൊടുക്കണം. കേസ് ഇപ്പോഴും നിർണായകമായി കിടക്കുകയാണ്. ഇത് ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന കേസുകളിലൊന്നാണ്.
അത് ഒരു റീസണാകാൻ വഴിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ബ്രെയിനിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്സിജൻ സപ്ലൈ മുകളിലേക്ക് തടയുന്നതാണ് ആ ബിഹേവിയറൽ പ്രോബ്ലത്തിന് കാരണമെന്ന് തോന്നുന്നു. ആ ദിശയിൽ ഞങ്ങൾക്ക് 1-2 റിസൾട്ട് കിട്ടി. വെറ്റില വെള്ളത്തിൽ കിടത്തുക, തിളപ്പിച്ച വെള്ളത്തിൽ കിടത്തുക, വെറ്റില അരച്ച് തേക്കുക, പിന്നെ ഗന്ധകം നല്ലോണം അരച്ച് തേപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തൊരു പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് 1-2 കുട്ടികൾക്ക് റിസൾട്ട് കിട്ടി. പിന്നെ ഇത് മാത്രമാണ് കാരണമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില കേസുണ്ട്. ഈ കുട്ടികളിൽ പലരും വളരെ യങ് ഏജിലെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നവരുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അച്ഛനമ്മമാർ അറിയാതെ വീട്ടിൽ വരുന്ന ആളുകളോട്, മുതിർന്ന ആളുകളോട് പെരുമാറുന്ന വേളയിൽ ഇവർ നോർമലായി പെരുമാറുകയും അതായത് സെക്സ് അബ്യൂസിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തോന്നിയിട്ടുള്ളത് പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി ഒരു 50 കൊല്ലം ആയിട്ട് മോഡേൺ ഗൈനക്കോളജിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 8 മാസം വരെയെങ്കിലും ഗർഭിണി ഭർത്താവുമായി ശാരീരിക ബന്ധം പുലർത്തുന്നു എന്നുള്ളത് ആ സമയത്ത് കുട്ടിയിലേക്ക് എന്ത് ഇമ്പൾസ് കടന്നേക്കും വൈകാരികമാക്കി അതൊരു കാരണമാണെന്ന് ഞാൻ അസ്യൂം ചെയ്യും. അത് ഒരു സോഷ്യൽ സയൻസ് എന്ന നിലയിൽ സ്റ്റഡി ചെയ്ത് പ്രൂവ് ചെയ്യേണ്ടതാണ്. ഏതായാലും ഒരെണ്ണം സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് ഒരു അസംഷൻ ആണല്ലോ എല്ലാവരും എടുക്കുന്നത്. സോ ദാറ്റ്സ് ഓൺലി ആൻ അസംഷൻ അറ്റ് ദിസ് സ്റ്റേജ്. പക്ഷെ ഒബ്സർവ് ചെയ്യുമ്പോൾ അസംഷൻ റൈറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കുട്ടികളിൽ കൂടുതൽ കാണുന്നത് എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഏതായാലും 2-3 റിസൾട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ ഒന്ന് തിരുവനന്തപുരം ഒരു കമ്പനിയുടെ MD ആയിരുന്ന ഒരു വിലാസിനി അമ്മയുടെ, അവരുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്, മകളൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ കുട്ടി അമേരിക്കയിലാണ് ഡയഗ്നോസ് ചെയ്തത്. ക്ലിയർ ഓട്ടിസം ആയിരുന്നു. അമ്മൂമ്മയുടെ കൂടെ നിർത്തി കുറച്ചു കാലം മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു 6 മാസമോ 1 കൊല്ലമോ ആണ് മരുന്ന് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ കുട്ടിയെ അവർ അമേരിക്കയിൽ കൊണ്ടുപോയി പഠിക്കാൻ നോർമൽ സ്കൂളിൽ ചേർക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും മറ്റു സ്കൂളുകളിൽ ചേർക്കരുത്, നോർമൽ സ്കൂളിലേക്ക് ചേർക്കാവും. മറ്റു സ്കൂളുകളിൽ ചേർത്താൽ ആ കുട്ടികളുടെ ബിഹേവിയർ കൈമാറി പഠിക്കും. ഇപ്പോൾ നോർമലായിട്ടുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ നോർമൽ ചൈൽഡായിട്ട് വരും. അപ്പോൾ മാത്രമല്ല, നമ്മൾ അവരോട് പറഞ്ഞത് ഓട്ടിസം കാണുന്ന കുട്ടികളിൽ നാളെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഭാവമുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടാണ്. അവരവിടെ ചെന്നു നോർമൽ സ്കൂളിൽ ചേർത്തു, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം കണ്ടാൽ കുട്ടി കരയും, മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും വേദനയോ വല്ലതും കണ്ടാൽ. അങ്ങനൊരു ടെൻഡൻസി മാത്രമാണ് കണ്ടത്. അപ്പോൾ സമീപകാലത്ത് ടെസ്റ്റെല്ലാം കഴിഞ്ഞു, നോർമൽ ചൈൽഡാണ്. കൊടുത്തിട്ടുണ്ട്, കഴിക്കുന്നുണ്ടോയെന്നറിയില്ല. ചെറുതീരെ കഴിച്ചാൽ ഏത് മറ്റിലും പുറത്തു പോകും. അതിൻ്റെ ഭാഗമായി വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കറിയാവുന്ന ഒരു കേസ്. അതുപോലെ നമുക്ക് പരിചയപ്പെടാവുന്ന കേസാണ്. അമേരിക്കയിലാണ്, വളരെ ഇതായിട്ടുള്ള കേസാണ്. ഉണ്ടാവും. അങ്ങനെ വളരെ കൂടുതലായിട്ട് വരുമ്പോൾ ക്ഷാരത്തിൻ്റെ പെയിനായതുകൊണ്ട് അമ്ലജനകങ്ങളായ മറ്റേ ഇത് മാതളപ്പഴത്തിൻ്റെയൊക്കെ ജ്യൂസ് കൊടുക്കുകയാണെങ്കിൽ ശാന്തി കിട്ടുന്നു. കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശാന്തി കിട്ടുന്നു. പരട്ടാൻ വരെ കൊടുക്കരുത്, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫലം കുറയും. ഇതിൻ്റെ ഫലം കുറയരുതല്ലോ. ഉണ്ട്. അന്നേരം കഴുകുന്ന പോലെ നമ്മൾ നേരത്തെ ഞാൻ കൊടുത്തേക്കുക. അപ്പം മുകളിലേക്ക് വേദന പോകില്ല, ബ്രെയിനിലേക്ക്. നമ്മുടെ ബ്രെയിനിൽ അറിയിക്കുമ്പോഴാണ് വേദനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടത് 90% അത് അയാട്രോജനിക്കാണ്. വേദനയുടെ ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ അത് അയാട്രോജനിക്കാണ്. ഞങ്ങൾ അറിയുന്നിടത്തോളം അയാട്രോജനിക്കാണ്. അതായത് ഒരു പിശഗ്വരനിരുന്ന് വരാൻ പോകുന്ന കാര്യങ്ങൾ രോഗിയോട് പറഞ്ഞാൽ അത് രോഗിയിൽ സംഭവിച്ചിരിക്കും. 100% ഉറപ്പാണ്. അതിന് സുശ്രുതൻ അത് പറയുന്നുണ്ട്. അചലവാദം എന്നോ മറ്റോ ആണ് പറയുന്നത്. സുശ്രുത സംഹിതയിൽ ഇത് ഭാഗമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അചലവാദം എന്ന് പറഞ്ഞൊരെണ്ണം പറയുന്നുണ്ട്. അതായത് സിദ്ധന്മാർ, വൈദ്യന്മാർ
മുതലായവരുടെ വാക്കുകൾ രോഗിയിൽ കിടന്നു പെരുമാറുന്ന ഒരു തലമുണ്ട്. വളരെ ശക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഹിങ്കുശീരാദി ചൂർണം അദ്ദേഹം കൊടുക്കാൻ പറയുന്നുണ്ട്. വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. ഹിങ്കുശീരാദിയും പിന്നെ വേറെ ഏതോ ഒന്നുകൂടെ മറന്നുപോയി. അത് വളരെ ഫലപ്രദമാണ്. നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന രോഗങ്ങളിൽ ഡോക്ടർമാരുടെ സേഫ്റ്റിക്ക് വേണ്ടി രോഗിയിരുത്തി കുറേ വഴയടി. അതെല്ലാം തനിക്കുണ്ടെന്ന് രോഗി അവൻ്റെ ബ്രെയിനിൻ്റെ ഒരു പോർഷനിൽ, അതിന് പറയുന്നത് ഫാൻറ്റംസ് ഓഫ് ബ്രെയിനിൽ കൊണ്ടുപോയി. ഞങ്ങളിത് കണ്ടത് വൈശാഖ് സ്റ്റീലാണ്. വൈശാഖ് ഇസ് നോട്ട് വൈശാഖ് സ്റ്റീലിൽ നിന്ന് ഞങ്ങൾക്കൊരു ക്യാൻസർ പേഷ്യൻ്റ്, കാലിനാണ് ക്യാൻസർ. അയാളുടെ കാല് മുറിച്ച് കളഞ്ഞാണ്. അയാളുടെ രോഗം ഭേദമായില്ല, അയാൾ മരിച്ചുപോയി. ആമൈ റൈറ്റ്? വളരെ എങ്ങ മുറിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഡോക്ടർമാർ പറഞ്ഞ വഴിയിൽ കൂടെ തന്നെയാണ് അയാൾ പോകുന്നത്. കാല് മുറിച്ച് കളഞ്ഞിട്ട് മുറിച്ച് പോയ ഭാഗത്തിൻ്റെ വേദനയാണ് അയാൾക്ക് സഹിക്കാൻ മേലത്. നമ്മളെങ്ങനെ ചികിത്സിക്കും? അത് അയാട്രോജനിക്കാണ്, വൈദ്യജന്യമാണ്. അത് വൈദ്യജന്യമെന്ന് പറയുമ്പോൾ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് അല്ല. മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മാത്രമല്ല വൈദ്യജന്യം. വൈദ്യൻ ക്ലിനിക്കലായി അപ്രോച്ച് ചെയ്യുമ്പോൾ രോഗിക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ, നമ്മൾ രോഗിയെ ഏത് വിധേനയും തൻ്റെ ഇടപ്പെടുത്തുക. മരിക്കുമെന്നുള്ളത് അറിയാൻ മേലാത്ത ആരുമില്ല. നമ്മൾ മരിക്കും എന്നുള്ള ഉറപ്പാണ്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്രിട്ടിക്കൽ കെയർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വീണാൽ നിങ്ങൾ എടുത്തുകൊണ്ട് അലോപ്പതി ആശുപത്രി പോകും. നാളെ പത്രത്തിൽ വരും ക്രിട്ടിക്കൽ കെയർ പറഞ്ഞുകൊണ്ടിരിക്കുക സ്വാമി ആശുപത്രിയിലായി. അങ്ങനൊരു കേസ് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. അത് നമ്മൾ നമ്മുടെ മൈൻഡിൽ ശക്തമായ സജഷൻ ആണ് കയറുന്നത്. അതിൽ വിശഗ്വരന്മാരുടെയൊക്കെ സജഷൻ വളരെ കൂടുതലാണ്. ചിലരുടെ ശബ്ദം അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സാധന ചെയ്ത് ഒരു ഹീലിംഗ് സൗണ്ടാക്കി മാറ്റും. അതാണ് വൈദ്യന്മാർ ആദ്യം ചെയ്യേണ്ടത്. ശബ്ദത്തിൽ സാധന ചെയ്ത് ശബ്ദത്തിന് ഒരു ഹീലിംഗ് നേച്ചർ ഉണ്ടാക്കുക. രോഗിയെ നോക്കിയിട്ട് മാറിവിടാന്ന് പറഞ്ഞാൽ അവനത് വിശ്വസിച്ച് അങ്ങ് ഇറങ്ങിപ്പോകാൻ തയ്യാറാവും. അത് മരുന്നൊന്നുമല്ല, അത് നല്ല സാധന സൗണ്ടിൽ. കാരണം അവൻ്റെ എന്തായാലും പറയുന്നത് നാഭിക്ക് താഴെ വരെ ശബ്ദം ചെല്ലും, വരയിൽ വരെ ചെന്നടിക്കും. അത്രയും കറേജ് അവന് കൊടുക്കും. എന്നിട്ടങ്ങ് വിട്ടാൽ ഇവൻ ഓടിപ്പോകും. ഞങ്ങൾക്കങ്ങനെ അനുഭവമുള്ളത് ഒരു കൊറിയല്ല, ഡിസ്റ്റോണിയ, ടാഡീവ് ഡിസ്കൈനേഷ്യ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ രോഗി വന്നത് വെള്ളൂരിൽ നിന്നാണ്, ന്യൂസ് പ്രിന്റിൽ നിന്നാണ്. ഡോക്ടർ ശ്രീധരൻ എന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു ബന്ധുവാണ്. അവർ ഒന്നുമിരുന്നു, അവർ എപ്പോഴും നൃത്തത്തിലാണ്, ശരീരം മുഴുവൻ മൂവ്മെൻ്റാണ്. ഓരോന്നിരുന്നപ്പോൾ അവരുടെ വീട്ടുകാരെയൊക്കെ ചോദിച്ചു, അമ്മയുടെ കാര്യം ചോദിച്ചു, അമ്മായിയമ്മയുടെ കാര്യം ചോദിച്ചു, തമ്മിലൊരൽപ്പം അകലം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കുറച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വർത്തമാനമൊക്കെ പറഞ്ഞ് പതുക്കെ അങ്ങ് അടുപ്പിച്ച് ലാസ്റ്റ് നേരെ വളരെ ഇതായി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ മരിച്ചു പോയെന്ന് ചോദിച്ചു. മരിച്ചു കഴിഞ്ഞതിൻ്റെ കർമ്മം കഴിഞ്ഞല്ലേ ഇത് തുടങ്ങിയതെന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. സിമ്പിളായിട്ടൊരു സാധനം വായിലിട്ട് കൊടുത്തു. വെറും ഇതാണ്. അവരിപ്പോൾ കേട്ട ഇത് നിങ്ങൾ കൊണ്ട് അവരെ കേൾപ്പിച്ചാൽ അവരുണ്ടെങ്കിൽ കുഴപ്പമാവും. അത് കൊടുത്തു എഴുന്നേക്കിടയിൽ നിന്ന് നടക്കാൻ പറഞ്ഞു. അവർ ഓടിപ്പോയി കാറിൽ കയറി, കാറ് കൊണ്ട് നേരെ പോയി. അതുകൊണ്ട് അനുഭവം കൊണ്ട് പറഞ്ഞാണ്. അവരുടെ തലച്ചോറിലേക്ക് ജ്യോതിഷികൾ രോഗം വരുമ്പോൾ ആദ്യം വീടുകളിൽ ജ്യോതിഷികൾ ഒരുപാട് പറഞ്ഞു തരും. പിന്നെ ഡോക്ടർമാർ അവർ പത്രം വഴിയൊക്കെ ഏഷ്യയിൽ ഒന്നാമനും രണ്ടാമനും ഒക്കെ ആയിരിക്കും. അവർ നോക്കി ഇവൻ്റെ മരണമൊക്കെ നിശ്ചയിക്കും. എനിക്ക് തോന്നുന്നു അത് മിക്കവാറും ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തല്ലി വിടുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, കിട്ടിയാലും വേണ്ടില്ല. കാരണം പഴയ കാലത്ത് ഏറ്റവും പ്രഗത്ഭരായ കൊട്ടാരം വൈദ്യന്മാരുണ്ട്, കേട്ടിട്ടുണ്ടാവും. വൈദ്യം നന്നായി നടന്നു പോകുന്നതിനിടയിൽ ഇവരുടെ കയ്യിൽ സുരക്ഷിതമാകുമെന്ന് വിചാരിച്ച് പഠിച്ചു വന്നപ്പോൾ മുറുക്കി നല്ലപോലെ നേരിയതുമൊക്കെ തോളലിട്ട് കസേരയിലിരിക്കുമ്പോൾ രോഗിയെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നോക്കിയിട്ട് 16 ദിവസം കൊണ്ടുപോകും. കൃത്യം 16-ാം ദിവസം എണ്ണി ഇവൻ മരിക്കും.
കാരണം ഇത് പറയുന്ന പോലെ തന്നെ രോഗി സ്വീകരിക്കും. 16 ദിവസം ഉടനെ നാട്ടുകാരുടെ ഇടയിലെല്ലാം ഇയാൾ പ്രശസ്തനാകും. കാരണം വെച്ചാൽ 16 എന്ന് പറഞ്ഞ് 17 ദിവസം കിടന്നില്ല. അവർ അങ്ങനെ ആയുർവേദം ഏതാണ്ട് ഈ നിലയിൽ നിൽക്കുമ്പോഴാണ് അപ്പോത്തിക്കിരി വരുന്നത്. അപ്പോത്തിക്കിരി ഒരു ചെറിയ ബാഗും ഒക്കെ ആയിട്ട് വന്ന് അവൻ ഒരു സൂചിയും കുറച്ച് മരുന്നും ഒക്കെ ആയിട്ട് വന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ ബന്ധുക്കളും ആരും സഹകരിക്കില്ല. കാരണം ബന്ധുക്കൾ ഇവൻ്റെ മരണം ഡെഫിനറ്റാണ്. 16 ദിവസമാണ് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത്. പിന്നെയാണ് ഇവൻ ഈ കമ്പൗണ്ടർ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, പട്ടാളത്തിൽ നിന്ന് വന്ന കമ്പൗണ്ടറാണ്. പക്ഷെ അവൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും എനിക്ക് കാശൊന്നും തരണ്ട. അവൻ തന്നെ അടുക്കളയിൽ കയറി, അവൻ തന്നെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച്, അവൻ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവൻ പോയി. അതിൽ പൊട്ട് പിഴച്ച് 4-5 എണ്ണം രക്ഷപ്പെട്ടു. അപ്പോൾ അവനങ്ങ് പ്രശസ്തിയായി കഴിഞ്ഞപ്പോൾ പതുക്കെ ആ വഴിയിൽ തിരിയാൻ തുടങ്ങിപ്പല്ലോ. അപ്പോഴേക്ക് ചെറിയ മെഡിക്കൽ കോളേജൊക്കെ വന്നു തുടങ്ങി. മെഡിക്കൽ കോളേജൊക്കെ വന്ന് ഇതങ്ങ് റെഡിയാകാൻ തുടങ്ങിയപ്പം ഈ കൊട്ടാരം വൈദ്യന്മാരുടെ മക്കളെല്ലാം അത് പഠിക്കാൻ പോയി. ജനിതകം മാറില്ല. ഇനി ഞാൻ ബാക്കി പറയേണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മരണം പറയും. നിങ്ങൾ മറ്റേ അപ്പോത്തിക്കിരിയുടെ കൂട്ട് ചെറിയ സഞ്ചിയൊക്കെ എടുത്ത് പതുക്കെ ചികിത്സിച്ച് 4 എണ്ണത്തിനെ രക്ഷപ്പെടുത്ത്. അപ്പം നിങ്ങളുടെ മക്കള് മനസ്സിലായില്ല, ഇതാണ് ഇതിൻ്റെ ഗതി. അപ്പം നിങ്ങളുടെ മക്കള് വൈദ്യത്തിലേക്ക് പോകില്ല. അപ്പോഴേക്ക് മറ്റവൻ്റെ എല്ലാം മക്കൾ ആയുർവേദം പഠിക്കാൻ പറ്റും. ഇപ്പം തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആം ഐ റൈറ്റ്? മതിയാവും അസംഷൻ എന്ന് തോന്നുന്നു. ഹോർമോണുകൾ മാറും. അതുകൊണ്ട് ചില രോഗങ്ങളുടെ മാറിയ പോലുള്ള പ്രതീതി കിട്ടും, ചിലത് മാറും. ചിലത് മാറും. ഡക്റ്റിലസ് ഹോർമോൺ. ആയുർവേദം എന്ന് പറയുന്നത് ദൈവവ്യപാശ്രയം, യുക്തിവ്യപാശ്രയം, സത്വാവജയം, ഇത് ചേർന്നതാണ്. കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപാട് മരുന്നാണ് പ്രസാദം. നിങ്ങൾ പറവൂർ ക്ഷേത്രത്തിലേക്ക് പോയാൽ അപസ്മാരത്തിനുമൊക്കെ ഫലപ്രദമായ മുക്കുടിയാണ്. നിങ്ങൾ മൂകാംബികയിലേക്ക് പോയാൽ അവിടുത്തെ ത്രിമധുരം ബുദ്ധിസംവർദ്ധകമാണ്. കാരണം നിങ്ങളുടെ സാധകവിത്തത്തെയാണത് ബാധിക്കുന്നത്. സാധകവിത്തത്തിന് പര്യാപ്തമായൊരു യോഗമാണ് അത് ഉപയോഗിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം വരും. അപ്പോൾ അങ്ങനെ വരുന്ന മഹാകല്യാണഘൃതം, പഞ്ചഗവ്യ ഘൃതം, ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ പ്രസാദമുണ്ട്. അതിൽ പഞ്ചഗവ്യ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ മരുന്നുകൾ തന്നെയാണ്. പിന്നെ ഇപ്പം അത് മരുന്നൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ കോൺട്രാക്ടറാണ്. ശബരിമലയിലെ ഉണ്ണിയപ്പവും മറ്റും മരുന്നാണെന്ന് പറഞ്ഞ് മേടിച്ച് കഴിക്കരുത്. ഒരു നല്ല ഇതിൻ്റെ അറ്റത്ത് വെച്ച് ബുള്ളറ്റിന് പകരം വിട്ടാൽ 4 ആളിയാണ്. അയ്യപ്പനോടുള്ള വിരോധം കൊണ്ടല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, എന്നിട്ട് രാവിലെ ഒരറ്റത്തുനിന്ന് അഷ്ടാംഗ ഹൃദയം, അഷ്ടാംഗ സംഗ്രഹം മുതലായത് ആദ്യം ഏറ്റവും ഫലപ്രദമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാവുന്നത് എന്ന നിലയിൽ, ഏറ്റവും നന്നായി ക്രോഡീകരിച്ചത് എന്ന നിലയിൽ അവ ശ്ലോകാനുശ്ലോകം കാണാൻ പഠിക്കാം. ശ്ലോകാനുശ്ലോകം പറ്റിയില്ലെങ്കിൽ നിത്യപാരായണത്തിനുള്ള കുറച്ച് പോർഷൻ, അതായത് ദ്രവ്യത്തിൻ്റെ വാതപിത്ത കഫ ഗുണങ്ങൾ, മനുഷ്യൻ്റെ വാതപിത്ത കഫനിലകൾ, കാലത്തിൻ്റെ വാതപിത്ത കഫനിലകൾ, ദേശത്തിൻ്റെ വാതപിത്ത കഫനിലകൾ ഒക്കെ കാണിക്കുന്ന ശ്ലോകങ്ങൾ തലയിലുണ്ടാവുക. കാരണം അത് ശ്ലോകമായി കാണാതെ പഠിച്ച് നല്ലപോലെ ഹൃദയസ്ഥമായിട്ട് നോക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ ഒരല്പം ഭ്രാന്ത് പോലാവും. ആരെ കണ്ടാലും എന്ത് കണ്ടാലും വാദം പിത്തം കഫം എന്ന് പറയാൻ തുടങ്ങി, രക്ഷപ്പെടുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാ ഭൂമിയിലുള്ള സകല ദ്രവ്യ സഞ്ചയങ്ങളും വാതികം, പൈത്തികം, കഫജം, ഇല്ലെങ്കിൽ അതിൻ്റെ സന്നിപാതം, അങ്ങനെ കാണാനുള്ളൊരു കാഴ്ച. അതുകൊണ്ട് ബേസിക്കായിട്ട് നിത്യപാരായണത്തിൽ ഇത് ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് സമയം വളരെ കുറച്ച് മതിയാവും. ഇതിൻ്റെ ആശയം തലയിൽ കിട്ടിയാൽ പോലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആളുകളെ നോക്കുമ്പോൾ ഏതാണ്ട് മനസ്സിലാവും. പിന്നെ അല്പം കണാദ നാഡിയും പാർശ്വനാഥ നാഡിയും
രാവണനാടിയും വശത്താക്കാൻ കഴിഞ്ഞാൽ ഗംഭീരമായി. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഉപദേശങ്ങളിൽ പ്രധാനം. അതിനൊരു വെളുപ്പിനേറ്റ് പഠിക്കണം. ആദ്യമൊന്നും സംസ്കൃതം വഴങ്ങുകയില്ല, ആരും കേൾക്കാതെ വായിച്ചോളുക. കുറച്ച് കഴിഞ്ഞാൽ നല്ലോലെ വഴങ്ങും. എവിടെ ശ്ലോകം കണ്ടാലും ഒരർത്ഥം നമുക്ക് തോന്നും. അതിന് വ്യാകരണമൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, പഠിച്ചാൽ നല്ലത്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആയുർവേദ സൂത്രങ്ങൾ, പതഞ്ജല സൂത്രങ്ങൾ, അങ്ങനെ സൂത്രങ്ങളായുള്ളതും കാണാൻ വഴിയില്ല. എന്നാലും എളുപ്പം. മനസ്സിലായി. അതിന് സാധാരണ ത്രിഫല കഷായത്തിൽ ധാര ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കുറവേ കിട്ടും. മുരിങ്ങയുടെ ഇല അതിന് വളരെ നല്ലതായി കണ്ടിട്ടുണ്ട്. പക്ഷെ മുരിങ്ങയുടെ ഇല തന്നെ കഴിച്ചാൽ പ്രയോജനമാവില്ല. മുരിങ്ങയുടെ ഇലയിൽ ഒരല്പം ഹിങ്കുള ഭസ്മം അല്പം ചേർത്ത് ഒരു 15 മില്ലിഗ്രാം ചേർത്തിട്ട് 2 നേരം കഴിച്ചു നോക്കാം. സാധാരണഗതിയിൽ ഫലപ്രദമാണ്. എള്ളെണ്ണയും ഗോതമ്പും ഒരുമിച്ചൊരിക്കലും ഉപയോഗിക്കരുത് ആ രോഗത്തിൽ പ്രത്യേകിച്ച്. പിന്നെ ആടിൻ്റെ കരൾ നല്ലതാണ്, കോഴിയുടെ കരൾ നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് ആദ്യം തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ യോഗങ്ങളിലുള്ള ഞാൻ ആദ്യം തുടങ്ങിയതല്ല. ഞാൻ 1-2 രോഗങ്ങളെ കാണിച്ചിട്ട് ഇതാണ് അതിൻ്റെ മെത്തഡോളജി, ദെൻ യോഗങ്ങൾ തരികയാണ്. അതിൻ്റെ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്ത് കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പിന്നെ ഇതിനൊക്കെ ഇന്ന യോഗങ്ങൾ നല്ലതാണെന്ന് കിട്ടിയില്ലെങ്കിൽ വലിയൊരു നഷ്ടമായി. കാരണം നിങ്ങളെല്ലാം ആയുർവേദം പഠിച്ചവരാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന ഒന്നാണ് അതിൻ്റെ പ്രോഗ്നോസിസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് സൈഡ് വരുന്നതെല്ലാം. പ്രത്യേകിച്ചും കാരണം പൂർവ്വരൂപം, നിദാനം, ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത്ര സംപ്രാപ്തിയാണ് പിന്നെ കൃത്യമായി അറിയേണ്ടത്. അപ്പോൾ സംപ്രാപ്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമൊന്ന് നോക്കിയാൽ വളരെ എളുപ്പം മനസ്സിലാവും. അതായത് കോപം, സഞ്ചയം, പ്രസാരണം, സ്ഥാനസംശയം, വ്യക്തിഭേദം, അരിഷ്ടം എല്ലാം വളരെ വേഗം മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ആദ്യം ക്യാൻസറിനെ കൊണ്ടുവന്ന് തുടങ്ങിയത്. പിന്നെ ക്യാൻസറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം 81 മുതൽ അതൊരു കോശ വളർച്ചയാണ്, കോശവാർദ്ധക്യമാണ്. അന്ന് മുതൽ ജനങ്ങളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് ചികിത്സിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിന് അപ്പുറം ഒരു ചികിത്സയുണ്ട്. അത് നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ചാൽ പറഞ്ഞുതരാവുന്നതാണ്. എങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞുതരാം. രസായനങ്ങളെല്ലാം ഫലപ്രദം. കാരണം കോശവാർദ്ധക്യത്തെ തടയാൻ രസായനങ്ങളാണ് സർവോത്തമം. കാരണം ചരകത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ചക്രപാണി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വാർദ്ധക്യത്തിന് മരുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ശവനപ്രാശം കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. വളരെ ഗംഭീരമായി ചരകത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് രസായനം നോക്കാവുന്ന 81 മുതൽ ഞങ്ങളൊരു തീരുമാനം എടുത്തത്. ഞങ്ങൾ ആ ഡയറക്ഷനിലാണ് ഇതിനെ ജനറലായി കാണുന്നത്. പക്ഷെ ഇൻഡിവിജ്വലായി കാണുമ്പോൾ ചില രോഗങ്ങളോട് ചേർത്തും കൂടെ സ്പെസിഫിക്കായി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ആ ഭാഗം എടുത്തത്. അപ്പോൾ ക്ലിയറായി എന്ന് കരുതി. നമ്മോട് വളരെ